നമസ്കാരം. ഇത്തവണ ഇതുവരെ തോൽക്കാത്ത രണ്ട് ടീമേയുള്ളൂ. അതിലൊരു ടീം ഇന്ന് തോൽക്കും. ദക്ഷിണാഫ്രിക്കയും ഇന്ത്യയും നേർക്കുനേർ പോരാടാൻ ഇറങ്ങുമ്പോൾ ആവേശത്തിമിർപ്പിലാണ് ആരാധകരെല്ലാം. സ്വാഗതം കലാശപ്പോരിലേക്ക്. ഫൈനൽ പോരാട്ടം വിലയിരുത്താൻ BCCI മാച്ച് റഫറി പി രംഗനാഥൻ, കേരള മുൻ ക്യാപ്റ്റൻ പരിശീലകൻ കൂടിയായ സോണി ചെറുവത്തൂർ, മലയാളികളുടെ അഭിമാന പെൺകുട്ടി ഇന്ത്യൻ താരം മിന്നുമണി എന്നിവർ ഒപ്പം ചേരും. ആദ്യം മിന്നുമണിയിലേക്ക്. മിന്നുമണി, രാജ്യമാകെ ക്രിക്കറ്റ് പനി പടരുകയാണ്. അപ്പോഴാണ് മിന്നുമണിക്ക് വൈറൽ പനി പിടിപെട്ടത്. അധിക നേരം ഈ ചർച്ചയിൽ വിലയിരുത്തലിൽ പങ്കെടുക്കാനാകില്ല എന്നറിയാം. അതുകൊണ്ട് തന്നെ ആദ്യ മിനിറ്റുകൾ മിന്നുമണിയിലേക്ക് മാത്രം. മിന്നുമണി, പ്രിയപ്പെട്ട കൂട്ടുകാർ ഷഫാലിയും സ്മൃതി മന്ദാനയും ഒക്കെ ചെന്നൈയിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ റെക്കോർഡ് മഴ പെയ്യിക്കുകയാണ്. അങ്ങ് ബാർബഡോസിൽ ആങ്ങളമാർ ഫൈനൽ പോരാട്ടത്തിനിറങ്ങുന്നു. ഒരു കിരീടമെന്ന സ്വപ്നത്തിലേക്ക് നടക്കാൻ പോരാട്ട വീര്യവുമായി അവർ കളിക്കാനിറങ്ങുന്നു. ഈ ദിവസങ്ങൾ വല്ലാതെ ആവേശം പകരുന്നു. ഹലോ, മിന്നുമണി പറയൂ. തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് വളരെയധികം സന്തോഷമാണ്. കാരണം അതായത് ഇപ്പോൾ വേൾഡ് കപ്പ് എടുത്ത് നോക്കുവാണെങ്കിലും അതുപോലെ തന്നെ വിമൻസിന്റെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സീരീസ് എടുത്ത് നോക്കുവാണെങ്കിലും ഒരുപാട് എന്താ പറയാ, നമുക്ക് എപ്പോഴും ഓർത്തു വെക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ച്. തീർച്ചയായിട്ടും ഇന്ന് ഫൈനലാണ്, ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ഫൈനലാണ്. തീർച്ചയായിട്ടും ഒരു നമുക്കൊരു ഇൻഡ്യൂഷൻ വരുമല്ലോ. അപ്പോ എനിക്ക് വരുന്ന ഒരു ഇൻഡ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് തീർച്ചയായിട്ടും ഇന്ത്യ കപ്പടിക്കും എന്നുള്ള ഒരു ഇൻഡ്യൂഷൻ ആണ് വരുന്നത്. അതുപോലെ തന്നെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച്, രണ്ട് ടീമുകളെ സംബന്ധിച്ച് ഇതുവരെ ഒരു മാച്ചും തോൽക്കാതെ വന്ന രണ്ട് ടീമുകളാണ്. തീർച്ചയായിട്ടും ഇന്ന് ഒരാള് തോൽക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെയധികം എന്തുകൊണ്ട് ഇന്ത്യ ഇന്ന് ജയിക്കുമെന്ന് തോന്നുന്നു? അങ്ങനെ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതുവരെയുള്ള ഇന്ത്യൻ ടീമിന്റെ പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിലും എല്ലാ ഡിപ്പാർട്ട്മെന്റുകളാണെങ്കിലും അതിൻ്റെതായ എന്താ പറയാ നല്ല ഒരു രീതിയിലാണ് ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നത്. ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റും ബോളിംഗ് ഡിപ്പാർട്ട്മെന്റും ഫീൽഡിംഗ് ഡിപ്പാർട്ട്മെന്റ്, എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും നല്ല രീതിയിലാണ് ഇന്ത്യ ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെയൊക്കെ റിസൾട്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഇതുവരെയും ഫൈനൽ വരെയും ഒരു മാച്ച് പോലും തോൽക്കാതെ ഇന്ത്യ ഫൈനൽ വരെയും എത്തിയതിന്റെ ഒരു റിസൾട്ട് തന്നെയാണത്. അതുപോലെ തന്നെ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ന് കളി നടക്കുന്ന ഗ്രൗണ്ടിൽ അവർക്ക് കളിച്ചുള്ള ഒരു എക്സ്പീരിയൻസും അതുപോലെ തന്നെ ഗ്രൗണ്ട് കണ്ടീഷൻ, പിച്ച് കണ്ടീഷൻ, എല്ലാ കാര്യങ്ങളും അവർക്ക് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് അവർക്ക് പരിചയമുള്ള ഒരു കാര്യമാണ്. നേരെ മറിച്ച് സൗത്ത് ആഫ്രിക്കൻ ടീമിനെ സംബന്ധിച്ച് അവർ ഇതുവരെയും അവിടെ ഒരു മാച്ചും കളിച്ചിട്ടില്ല. അപ്പൊ തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. ആ അഡ്വാൻറ്റേജ് ഒക്കെ നല്ല രീതിയിൽ ഇന്ത്യൻ ടീമിന് ഉപയോഗിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ശരി മിന്നുമണി, ഈ ദക്ഷിണാഫ്രിക്ക ആദ്യമായിട്ടാണ് ഒരു ഫൈനൽ പോരാട്ടത്തിന് ICCയിൽ ഇറങ്ങുന്നത്. അതിന്റെ ആശങ്കയും അവരെ പ്രതിരോധത്തിൽ ആക്കില്ലേ? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും ആദ്യമായിട്ടാണ് ഫൈനലില് നേർക്കുനേർ വരുന്നത്. അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്ക ആദ്യമായിട്ടാണ് ഒരു ICC ഫൈനലിൽ വരുന്നത്. സൗത്ത് ആഫ്രിക്കനെ സംബന്ധിച്ച് അത് അവർക്ക് ഒരു എന്താ പറയുക, ഒരു പുതിയ ഒരു കാര്യമാണ്. നേരെ മറിച്ച് ഇന്ത്യനെ സംബന്ധിച്ച് അവർക്കത് ഓൾറെഡി ഇന്ത്യൻ ടീം അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് അതിന്റെയും അഡ്വാൻറ്റേജ് തീർച്ചയായിട്ടും ഇന്ത്യൻ ടീമിന്റെ കൂടെ ഉണ്ടാവും. അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കനെ നമുക്ക് അങ്ങനെ എന്താ പറയാ, അവരും അതിനൊട്ടും പ്രിപ്പയർ അല്ല, അല്ലെങ്കിൽ അവർ ആദ്യമായിട്ട് വരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഇതുവരെയും ഒരു മാച്ചും തോൽക്കാതെ വന്നിരിക്കുകയാണ്. പക്ഷെ രണ്ട് ടീമിനെയും സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഇതുവരെയും ഒരു കളിയും തോൽക്കാതെ വന്നതിന്റെ ഒരു
എന്താ പറയാ, അത് നല്ല രീതിയിലും ആവാം ചിലപ്പം, അല്ലെങ്കിൽ ഒരു മോശം രീതിയിലും ആവാം. അതായത് അവരുടെ ഒരു തിങ്കിങ് പ്രോസസ് എന്ന് പറയുന്നത്. ശരി, നമുക്ക് ഇന്ത്യൻ ടീമിലേക്ക് ശരിക്കും വന്നാൽ ഈ രോഹിത് ശർമ്മ അവസാനത്തെ 2 നിർണായക കളികളിലും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഫൈനലിലും കുറച്ച് അഗ്രസീവായി കളിക്കാൻ തന്നെയാവും രോഹിത് ശർമ്മ ശ്രമിക്കുക എന്ന് ഉറപ്പാണ്. കാരണം തുടക്കത്തിലെ ആക്രമിച്ചു കളിച്ചാൽ ഉണ്ടാകാവുന്ന നേട്ടം എന്തെന്ന് കഴിഞ്ഞ 2 കളികളിൽ രോഹിത് ശർമ്മ കാണിച്ചു എന്നതാണ്. ഈ രോഹിത് ശർമ്മ എന്ന കളിക്കാരൻ, രോഹിത് എന്ന ക്യാപ്റ്റൻ വലിയ പ്രതീക്ഷ നൽകുന്നുണ്ടോ? തീർച്ചയായിട്ടും രോഹിത് ശർമ്മനെ സംബന്ധിച്ച് എന്താ പറയാ, ഇനിയിപ്പൊ ഈ ഒരു ഫൈനൽ, എന്താ പറയാ, ഫൈനൽ മാച്ചാണ് ഇത്. തീർച്ചയായിട്ടും അതുകൊണ്ട് കഴിഞ്ഞ 2 മാച്ചിലെയും ഇന്ത്യന്റെ തീർച്ചയായിട്ടും കീപ്പ് ചെയ്യുന്നുള്ള, കീപ്പ് ചെയ്ത് കളിക്കും തന്നെയാണ് എനിക്കും തോന്നുന്നത്. കാരണം ഇന്നും കൂടിയാണ്, എന്താ പറയാ, ആ ആ 2 മാച്ചിലെയും പോലെ തന്നെ ഇന്നും കൂടി ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ കാര്യം ഉണ്ടാവുള്ളൂ എന്നാണ് തോന്നുന്നത്. ശരി മിന്നുമണി, നമ്മുടെ വിരാട് കോഹ്ലി ഏതൊരു വലിയ പോരാട്ടങ്ങളിലും അഗ്രസീവായി കളിച്ച് കൂടുതൽ റൺസ് എടുക്കുന്ന ഒരു കളിക്കാരനാണ്. പക്ഷേ ഇത്തവണ ലോകകപ്പിൽ അത് കണ്ടില്ല. ഇത്തവണ ലോകകപ്പിൽ കോഹ്ലി ഇറങ്ങിയതാകട്ടെ പതിവില്ലാത്ത ഒരു പൊസിഷനിലാണ് താനും. IPL കളിച്ചിട്ടുണ്ട്, പക്ഷെ അതൊരു എൻ്റർടൈൻമെൻറ്റ് കൂടിയാണല്ലോ. എന്നാൽ ലോകകപ്പ് പോലുള്ള വളരെ ഗൗരവമേറിയ മത്സരങ്ങളിലേക്ക് വരുമ്പോൾ ഈ കോഹ്ലി ഓപ്പൺ ചെയ്തത് അദ്ദേഹത്തിന് സ്ട്രഗിൾ ചെയ്യാൻ കാരണമായോ? ഇന്ന് ഒരു അപ്രതീക്ഷിത തിരിച്ചുവരവ് കോഹ്ലിയിൽ നിന്ന് പ്രതീക്ഷിക്കണോ? തീർച്ചയായിട്ടും ഇതുവരെയുള്ള മാച്ചസിലെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ആദ്യമൊക്കെ അങ്ങനെ ഒരു തോട്ട് ഉണ്ടായിരുന്നു. അതായത് കോഹ്ലി ഇറങ്ങുന്ന ആ ഒരു പൊസിഷൻ തന്നെ കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ നല്ല രീതിയിൽ കളിക്കാൻ സാധിച്ചിരുന്നേനെ എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ആസ് എ പ്ലെയർ നമ്മൾ പെട്ടെന്ന് നമ്മുടെ ആ ഒരു പൊസിഷൻ, അല്ലെങ്കിൽ ആ ഒരു അതായത് കളിക്കാൻ ഇറങ്ങുന്ന ആ ഒരു പൊസിഷൻ മാറുമ്പോഴേക്കും തന്നെ നമ്മുടെ ആ ഒരു മൈൻഡ് സെറ്റും കാര്യങ്ങളും എല്ലാം മാറും എന്നാണ് തോന്നുന്നത്. അപ്പൊ തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, നോർമൽ ഇറങ്ങുന്ന ആ ഒരു സമയത്ത് ഇറങ്ങുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ കളിക്കാൻ സാധിക്കുമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ അതേ സെയിം ടൈം ഇന്നത്തെ ഫൈനലിലേക്ക് വേണ്ടി ആയിരിക്കും, അല്ലെങ്കിൽ ഇന്നത്തെ ഫൈനലിലേക്ക് നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാൻ വേണ്ടി ആയിരിക്കും ഇതുവരെ കോഹ്ലിക്ക് നല്ല രീതിയിൽ തിളങ്ങാൻ സാധിക്കാത്തതെന്നും വിശ്വസിക്കുന്നു. ശരി, ഈ ഋഷഭ് പന്ത് ഉണ്ട്, സൂര്യകുമാർ യാദവ് ഉണ്ട്, അങ്ങനെ ഒരു 2 ബാറ്റ്സ്മാൻമാർ കൂടി, അവരും കൃത്യമായ പൊസിഷനിലാണോ എന്ന് ചോദിച്ചാൽ അല്ല. ആരും പന്ത് 1 ഡൗൺ ബാറ്റ്സ്മാനായി ഇറങ്ങി വരുന്നു. അവിടെ ഒരു ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷന് വേണ്ടിയുള്ള ശ്രമമാണെന്ന് തോന്നുന്നു. ഈ സൂര്യയുടെ, ഋഷഭ് പന്തിൻ്റെ പ്രാധാന്യം എന്താണ് ഇന്നത്തെ ഫൈനലിൽ? എനിക്ക് തോന്നുന്നു ഒരുപാട് കുറെ മത്സരങ്ങള്, അതായത് അതായത് ഒരു പ്ലെയർ മാത്രം കൺസിസ്റ്റന്റ് ആയി പെർഫോം ചെയ്തത് കൊണ്ടല്ല ഇന്ത്യ ജയിച്ചത്. തീർച്ചയായിട്ടും അതൊരു ടീം എഫേർട്ടാണ്. കാരണം ഒരാളില്ലെങ്കിൽ അടുത്ത ആൾ വന്ന് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് കളിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ കണ്ടു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പക്ഷെ ഇന്നത്തെ ഒരു ദിവസത്തിന്റെ, അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു ഫൈനലിന്റെ എന്ന് വെച്ച് കഴിഞ്ഞാല് തീർച്ചയായിട്ടും അത് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ തീർച്ചയായിട്ടും ഓരോ ബാറ്ററെ സംബന്ധിച്ചും ബോളറെ സംബന്ധിച്ചാണെങ്കിലും അവരവരുടെ റോള് അവർ കറക്റ്റായിട്ട് ചെയ്യേണ്ടത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് സൂര്യകുമാർ യാദവ് ആണെങ്കിലും ഋഷഭ് പന്ത് ആണെങ്കിലും അവരുടെ ആ ഒരു റോള് കൃത്യമായിട്ട് ടീമിന് വേണ്ടി ചെയ്തു കൊടുക്കണം എന്ന് തന്നെയാണ് തോന്നുന്നത്. മിന്നുമണി, ഈ എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് ശിവൻ ദുബൈയുടെ പൊസിഷനാണ്. ശിവൻ ദുബൈ എന്തുകൊണ്ട് കളിക്കുന്നു? ശരി, ഒരു ഓൾറൗണ്ടർ ആയിട്ടാണെങ്കിൽ അല്ലാതെ തന്നെ 6 പേർ ബൗൾ ചെയ്യാനുണ്ടല്ലോ, എന്നിട്ടും എന്തിന് ശിവൻ ദുബൈ ഉൾപ്പെടുത്തുന്നു എന്നൊരു ചോദ്യം ഉപരിതലത്തിൽ നിൽപ്പുണ്ട്. പക്ഷേ ഓപ്പണിംഗ് റോളിലേക്ക് യശ്വസി ജയ്സ്വാൾ വന്ന് ശിവൻ ദുബൈയെ മാറ്റി നിർത്തിയാൽ എന്ത് എന്നൊരു മറുചോദ്യവും അവിടെ ഉയരുന്നുണ്ട്. അങ്ങനെ ഒരു ടീം കോമ്പിനേഷൻ വേണോ? പെട്ടെന്ന് അങ്ങനെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് പെട്ടെന്ന് അങ്ങനെ ഒരു ചേഞ്ചിന്റെ ആവശ്യമില്ല എന്നാണ്. കാരണം ഇതുവരെ നമ്മൾ കണ്ടുവന്നിട്ടുള്ള ഒരു ടീം കോമ്പിനേഷൻ ആണെങ്കിലും ഇന്ത്യ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എങ്കിലും എന്താ പറയാ, നമ്മൾ പ്രതീക്ഷിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ അടിക്കും എന്ന് പ്രതീക്ഷിക്കുന്ന ആളുകള്, ഇപ്പൊ വിരാട് കോഹ്ലി ആയിക്കോട്ടെ, ശിവം ഡൂബെ ആണെങ്കിലും IPL-ലൊക്കെ ഒരുപാട് നല്ല പെർഫോമൻസ് ചെയ്തിട്ട് വന്നിരിക്കുന്ന ഒരാളാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മള്
വലിയൊരു എക്സ്പെക്ടേഷൻ ആണ് അവിടെ വെക്കുന്നത്. അപ്പോ ആഹ് എനിക്ക് തോന്നുന്നു, പക്ഷെ ഈ ഒരു അവസാന നിമിഷത്തിൽ ഒരു ട്രൈയുടെ ആവശ്യമില്ല എന്നാണ് തോന്നുന്നത്. നമുക്കൊന്നും പറയാൻ പറ്റില്ല. ശരി, ഇനി സ്പിൻ പേഴ്സണലി ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നാൽ ഈ ജഡേജയായിരുന്നു ശരിക്കും, ജഡേജ, കുൽദീപ് ഈ രണ്ട് പേരുകളായിരുന്നു ഉറക്കെ കേട്ടത് ഇവിടെ നിന്ന് പോകുമ്പോൾ. പക്ഷേ ഇപ്പോൾ അവർക്കും അപ്പുറത്തേക്ക് ഉയർന്നു വന്നിരിക്കുന്നു അക്സർ പട്ടേൽ എന്ന ഓൾറൗണ്ടർ എന്ന് തന്നെ പറയേണ്ടി വരുന്നു. കാരണം രോഹിത് ശർമ്മ എപ്പോഴൊക്കെ ഉപയോഗിക്കുന്നുവോ അപ്പോഴൊക്കെ വിക്കറ്റ് നേടിക്കൊടുത്ത് റൺസ് പിടിച്ചു കെട്ടേണ്ട സമയങ്ങളിൽ അതങ്ങനെ കൈകാര്യം ചെയ്യുന്ന ഒരു വലിയ താരമായി വളർന്നുവോ അക്സർ പട്ടേൽ? തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അക്ഷർ പട്ടേൽ ആദ്യമായിട്ട് ഇന്ത്യൻ ടീമിലേക്ക് വരുന്നത് ഒരു ബാറ്റർ ആയിട്ടാണ്. അതിനുശേഷമാണ് പ്യുവർ ആയിട്ട് ഒരു ഒരു അതിനുശേഷം അദ്ദേഹം പൂർണ്ണമായിട്ടും ഒരു ബോളർ എന്നുള്ള ഒരു റോളിൽ മാത്രം ടീമിൽ ഉണ്ടായിരുന്നു. പിന്നീട് ഇപ്പോഴാണ് ഒരു പ്യുവർ ഓൾറൗണ്ടർ എന്നുള്ള ഒരു രീതിയിലേക്ക് വന്നു കഴിഞ്ഞത്. തീർച്ചയായിട്ടും രോഹിത് ശർമ്മേനെ സംബന്ധിച്ചാണെങ്കിലും ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചാണെങ്കിലും അത് വളരെ വലിയൊരു അസറ്റ് തന്നെയാണ്. കാരണം ഏതൊക്കെ സന്ദർഭങ്ങളിൽ ടീമിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ അക്ഷർ പട്ടേലിന്റെ ഭാഗത്തുനിന്ന് നല്ല രീതിയിലുള്ള പ്രകടനമാണ് ഇതുവരെയും കണ്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും എന്താണ് ഇപ്പത്തെ ഒരു ഇത് പറയുകയാണെങ്കിൽ ജഡേജേനേക്കാളും ഒക്കെ തിളങ്ങി നിൽക്കുന്ന ഒരു സ്പിൻ ഓൾറൗണ്ടർ ആണ് അക്ഷർ പട്ടേൽ. ബുംറയെ കുറിച്ച് ബുംറ ഇന്ത്യൻ ടീമിന്റെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് എടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ബുംറയാണ് ഒരു ബാക്ക് ബോൺ എന്ന് പറയാൻ. അതായത് ആ ഒരു പേസ് നിരയെ ലീഡ് ചെയ്യുന്നത് തന്നെ ബുംറയാണെന്നാണ് നമുക്ക് ബുംറയുടെ പെർഫോമൻസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ആക്യുറസി, അതുപോലെ തന്നെ ഏതൊരു മാച്ചിന്റെ ഏതൊരു സിറ്റുവേഷൻസിൽ കൊണ്ടുവന്നു കഴിഞ്ഞാലും ആ സിറ്റുവേഷൻ അനുയോജ്യമായിട്ട് തന്റെ ബോളിംഗ് മികവ് കാണിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഒറ്റ ചോദ്യം. ഈ സാധാരണ ഫൈനൽ പോരാട്ടങ്ങളിലേക്ക് ഒരു ടീമിൽ ഒരു മാറ്റം നമ്മൾ പ്രതീക്ഷിക്കേണ്ട, പക്ഷേ രാഹുൽ ദ്രാവിഡ് ഒരു അത്ഭുതം കൊണ്ടുവരുമോ? അതായത് ശിവൻ ദുബേക്ക് പകരം യശ്വസിയെയോ അല്ലെങ്കിൽ മധ്യനിരയിൽ തന്നെ സഞ്ജുവിനെയോ കൊണ്ടുവരുമോ? അങ്ങനെ ഒരു സർപ്രൈസ് ചേഞ്ച് പ്രതീക്ഷിക്കണം? വളരെ എന്താ പറയാ, ഒരു കൺഫ്യൂസ് ആക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. പക്ഷെ തീർച്ചയായും എനിക്ക് ഒരു ഐഡിയയും ഇല്ല. നമുക്ക് എന്താ പറയുക, നമുക്ക് പറയാനും പറ്റില്ല ഇനി അങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടാവുമോ എന്നുള്ളതും. പക്ഷെ എന്നാലും എനിക്ക് ഫീൽ ചെയ്യുന്നത് അങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടാവില്ല എന്നാണ്. കാര്യം അവര് ഇതുവരെ എഴുന്നേറ്റ് വന്നാണ് മിന്നുമണി നമ്മളോട് സംസാരിച്ചത്, ഇന്നത്തെ ഫൈനൽ പോരാട്ടത്തിന് മുൻപ് കളി വിലയിരുത്തിയത്. വളരെയധികം നന്ദി മിന്നുമണി ഒപ്പം ചേർന്നതിന്. ഇനി ചർച്ചയിലേക്ക് തുടർന്നു പോകാം. സോണി ചെറുവത്തൂർ ചേരുന്നുണ്ട്. ഈ സോണി ചെറുവത്തൂരിനോടും പി രംഗനാഥനോടും ക്ഷമ ചോദിക്കുകയാണ്. കാരണം ആദ്യത്തെ 20 മിനിറ്റ് ഒറ്റ ചോദ്യം പോലും നിങ്ങളിലേക്ക് വരാൻ കഴിഞ്ഞില്ല. സോണി ചെറുവത്തൂർ, ഈ അനായാസമാണ് ഇന്ത്യ ഫൈനൽ വരെ എത്തിയത്. ഫൈനൽ അനായാസമാകും? അല്ല, അത് അങ്ങനെ പറയാൻ സാധിക്കില്ല. കാരണം അനായാസമായിട്ട് എത്തിയെങ്കിൽ പോലും പാകിസ്ഥാനായിട്ടുള്ള മത്സരത്തിലൊക്കെ നമുക്കൊന്ന് വേർക്കേണ്ടി വന്നു എന്നുള്ളത് നമുക്ക് മറക്കാൻ സാധിക്കില്ല. അത് മാത്രമല്ല, ഇത് അന്താരാഷ്ട്ര ക്രിക്കറ്റാണ്, ലോകകപ്പാണ്. മറുഭാഗത്തുള്ളത് അതേ ഇന്ത്യയെ പോലെ തന്നെ ഇതുവരെ തോൽക്കാതെ വന്നിട്ടുള്ള ഒരു ടീമാണെന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും തരത്തിൽ ലാഘവത്തോടുകൂടി ഈ മത്സരത്തെ ഇന്ത്യൻ ടീമിലെ ഇന്ത്യൻ ആരാധകരും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരി, ശ്രീ പി രംഗനാഥൻ, ഈ കാര്യമായ വെല്ലുവിളി പാകിസ്ഥാനെതിരായ മത്സരത്തിൽ മാത്രമാണ് സോണി പറഞ്ഞതുപോലെ നേരിടേണ്ടി വന്നത്. അങ്ങനെ ഒരു വലിയ വെല്ലുവിളി നേരിടാതെ കടന്നു വന്നതിന്റെ സമ്മർദ്ദം ഇന്ത്യക്കുണ്ടോ? ആദ്യമായിട്ട് ഈ ലോകകപ്പ് തന്നെ ബോളർമാരുടെ ഒരു ലോകകപ്പായിട്ട് മാറി എന്നുള്ളതാണ്. ഇവിടെ ഏത് ടീം എടുത്താലും 100 ഒരു വിന്നിംഗ് ടോട്ടലായിരുന്നു ലീഗ് റൗണ്ട് മത്സരത്തിൽ നമ്മൾ കാണാൻ സാധിച്ചത്. പിന്നീട് ഇന്ത്യയുടെ ബോളർമാരുടെ ഒരു മികച്ച പ്രകടനം, പ്രത്യേകിച്ച് ബുംറ ആയാലും അക്സർ പട്ടേൽ ആയാലും, കൂടാതെ ഇപ്പൊ യുവ സെൻസേഷൻ എന്ന് പറയുന്ന ലെഫ്റ്റ് ആം ഫാസ്റ്റ് ബോളർ ആയിട്ടുള്ള അക്ഷർദീപ് സിംഗിന്റെ ബോളിംഗ് മികവ്. അപ്പൊ ഇവരെല്ലാം കൂട്ടായിട്ട് വളരെ മികച്ച രീതിയിൽ പന്തെറിഞ്ഞു. ഇന്ത്യ ഓസ്ട്രേലിയക്കെതിരെ, ഇപ്പൊ കഴിഞ്ഞ മത്സരം ഇംഗ്ലണ്ടിനെതിരെ ഓസ്ട്രേലിയക്കെതിരെ മാത്രമാണ് ഒരു ബാറ്റർമാർക്കൊരു ചാൻസ് കിട്ടിയത്.
അത് രോഹിത് ശർമ്മയൊക്കെ വളരെ മികച്ച രീതിയിൽ വിനിയോഗിച്ചു. കൂടാതെ ഇംഗ്ലണ്ടിനെതിരെയും വളരെ മികച്ച രീതിയിൽ നമ്മുടെ ബാറ്റർമാരും ബാറ്റിംഗ് മികവ് പുറത്തെടുത്തു. പക്ഷെ ഇതുവരെ വന്ന മത്സരങ്ങളിൽ ബൗളർമാരുടെ ഒരു മികവാണ് ഇന്ത്യയെ ഏറെ മുന്നിലെത്തിച്ചത്. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാ മത്സരങ്ങളും കഴിഞ്ഞ ലോകകപ്പ് പോലെയല്ല, IPL-നും വ്യത്യാസമാണ്. IPL-ലൊക്കെ 250, 270 ഒക്കെ ഒരു വിന്നിംഗ് ടോട്ടൽ ചേസ് ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. പക്ഷെ ഇതിനൊരു വ്യത്യാസമായ ഒരു ലോകകപ്പ്, 100, 110 ഒക്കെ ഒരു വിന്നിംഗ് ടോട്ടൽ ആവുന്ന ലോകകപ്പ്, അതിൽ ബൗളർമാരാണ് ഏറ്റവും കൂടുതൽ ഡോമിനേറ്റ് ചെയ്തത്. അതുകൊണ്ട് തീർത്തും ഇന്നത്തെ മത്സരവും നമുക്ക് പിച്ചിന്റെ പ്രൊഡിക്ഷൻ ഒക്കെ പറയുന്നത് ബാറ്റിങ്ങിന് അനുകൂലമാണെന്നാണ്. കാലാവസ്ഥ, അവിടുത്തെ സാഹചര്യം, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ബോളർമാർ എങ്ങനെയാണ് പന്തെറിയുക, അതിന് ബോളിംഗിന്റെ മികവ്, പ്രത്യേകിച്ച് സൗത്ത് ആഫ്രിക്കയും അഫ്ഗാനിസ്ഥാനെ 56-നൊക്കെ ഓൾ ഔട്ട് ആക്കിയ ഒരു ബോളിംഗ് മികവാണ് അവർ പുറത്തെടുത്തത്. അതുകൊണ്ട് സൗത്ത് ആഫ്രിക്കയുടെ ബോളിങ്ങിനെ ഒരിക്കലും നമുക്ക് കുറഞ്ഞു കാണാൻ സാധിക്കില്ല. ഏറ്റവും ലോകത്തെ തന്നെ ഈ ടീം വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ച ഫാസ്റ്റ് ബോളർമാരുള്ള ഒരു ബോളിംഗ് നിര. സ്പിന്നേഴ്സിന്റെ കാര്യത്തിലും അവർ ഏറെ മുന്നോട്ട് പോയിരിക്കുന്നു, ഷംഷി എന്നുള്ള സ്പിന്നർ. അതുകൊണ്ട് ഒരു കാരണം നമുക്ക് പറയാം, T20 മത്സരമാണ്, ഒരിക്കലും പ്രവചനം സാധ്യമല്ല. എങ്കിൽ തന്നെയും ഇന്ത്യയുടെ പെർഫോമൻസ്, സൗത്ത് ആഫ്രിക്കയുടെ പെർഫോമൻസ്, ഇരു ടീമുകളും ഒരു തുല്യ ശക്തികൾ എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കും. ശരി, സോണി ചെറുവത്തൂർ, അതായത് നമ്മളിപ്പോൾ ചർച്ച ചെയ്തു വന്നത് ഈ വിന്നിംഗ് കോമ്പിനേഷൻ എന്നുള്ളതാണ്. അതായത് ശിവൻ ദുബെ ഒരു ചോദ്യചിഹ്നമായി അവിടെ നിൽക്കുന്നു, വിരാട് കോഹ്ലി ഓപ്പണറായി എത്തി ഒരു ഫോമില്ലായ്മയിൽ നിൽക്കുന്നു. ആ സമയത്ത് കളി തുടങ്ങാൻ ഇനി അരമണിക്കൂർ കൂടിയേ ഉള്ളൂ. ആ സമയത്ത് ഇങ്ങനെ ഒരു ചോദ്യം പ്രസക്തമാണോ എന്നറിയില്ല, എങ്കിലും നമുക്ക് ചോദിച്ചുകൊണ്ടേയിരിക്കണമല്ലോ. ഈ വിന്നിംഗ് കോമ്പിനേഷനെ ആശ്രയിച്ച് ഇങ്ങനെ തുടരുന്നത് എന്തിനാണ്? വിരാട് കോഹ്ലിയെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യിപ്പിക്കണം? അല്ല, വിരാട് കോഹ്ലി സ്ട്രഗിൾ ചെയ്തു എന്നുള്ളത് നമുക്ക് അങ്ങനെ മറച്ചു പിടിക്കാൻ പറ്റുന്ന ഒന്നല്ല. കാരണം അദ്ദേഹത്തിന് ഈ ലോകത്തിൽ ഇതുവരെ ഒരു ഭയങ്കരമായ ഒരു പെർഫോമൻസ് നേടിയെടുക്കാനായിട്ട് സാധിച്ചില്ല. അത് പല ബാറ്റേഴ്സിനും അത്തരത്തിൽ സാധിച്ചിരുന്നില്ല. നേരത്തെ സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ അവസാന മത്സരങ്ങളിലൊക്കെ ആണ് ഏറെക്കുറെ ഒരു അല്പം കൂടി ബാറ്റിംഗ് ഫ്രണ്ട്ലി എന്നെങ്കിലും നമുക്ക് പറയാൻ സാധിക്കുന്ന വിക്കറ്റുകൾ ലഭിച്ചത്. പക്ഷെ ഈ ഏത് ഗെയിമിന്റെയും ആ ഒരു റിതം എന്ന് പറയുന്നത് എപ്പോഴും ആ ഒരു എത്ര സെറ്റിൽഡ് ആണ് ആ കോമ്പിനേഷൻ എന്നുള്ളതനുസരിച്ചിരിക്കും. പക്ഷെ മറ്റേതെങ്കിലും ടീം ആയിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ രാഹുൽ ദ്രാവിഡ് അല്ല ഇതിന്റെ നയം, അല്പം കൂടി റിസ്ക് എടുക്കാനും അല്ലെങ്കിൽ നേരിടാൻ പോകുന്ന ആരോപണങ്ങളെ ഭയമില്ലാത്ത ഒരു മാനേജ്മെന്റോ അല്ലെങ്കിൽ ഒരു യൂണിറ്റോ ആയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ അവസാന മത്സരത്തിലേക്കാണെങ്കിൽ പോലും എനിക്ക് നേരിടാൻ വരുന്ന സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ടീമിനെ ഒരുക്കാനായിട്ടുള്ള ഒരു ധൈര്യം പലപ്പോഴും കാണിക്കുമായിരുന്നു. പക്ഷെ ടീം ഇന്ത്യ നമ്മൾ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും സേഫ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് എപ്പോഴും എടുക്കാറ്. അതുകൊണ്ട് തന്നെ ഈ ഫൈനലിലേക്ക് എത്തുമ്പോൾ ഇതുവരെ തോക്കാത്ത ഒരു ടീമിനെ എന്തുകൊണ്ട് മാറ്റി എന്നുള്ളൊരു ചോദ്യം വരുമെന്നുള്ള ഭയത്താലായിരിക്കും ഒരുപക്ഷെ മറ്റൊരു മാറ്റവും വരുമെന്ന് തോന്നുന്നില്ല. ശരി, ശ്രീ പി രംഗനാഥൻ, സോണി പറഞ്ഞു നിർത്തിയിടത്ത് നിന്ന് തുടങ്ങിയാൽ, അതായത് കോഹ്ലി ഓപ്പണിംഗ് തന്നെ ഇറങ്ങും, ശിവൻ ദുബെ വരേണ്ട ഇടത്ത് കൃത്യമായി വരും, പക്ഷേ ബൗൾ ചെയ്യാൻ സാധ്യതയില്ല, ആ വിന്നിംഗ് കോമ്പിനേഷൻ തുടരാൻ തന്നെയാണ് സാധ്യത. പക്ഷേ മറിച്ച് മനസ്സ് ചോദിക്കുന്നു ഒരു സർപ്രൈസ്. മിന്നുമണിയോട് ചോദിച്ച അതേ ചോദ്യമാണ്, ഒരു സർപ്രൈസ് ചേഞ്ച്, സഞ്ജു അല്ലെങ്കിൽ യശസ്വി ജയ്സ്വാൾ, എന്തെങ്കിലും സാധ്യത? ഞാൻ ഒരിക്കലും കാണുന്നില്ല. കാരണം സോണി പറഞ്ഞോട് 100% പൂർണ്ണമായിട്ട് യോജിക്കുന്നു. കാരണം സോണി ക്യാപ്റ്റനായിരുന്നു. അപ്പൊ ക്യാപ്റ്റൻ എടുക്കുന്ന തീരുമാനം ഒരിക്കലും വിന്നിംഗ് കോമ്പിനേഷനെ മാറ്റാനായിട്ട് ഒരു ടീം മാനേജ്മെന്റും ആഗ്രഹിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ആരെ മാറ്റി ആരെ കളിപ്പിക്കുന്നുള്ളത്, ഇപ്പൊ ശിവൻ ദുബെയുടെ കാര്യമാണ് ഇപ്പൊ നമ്മൾ ഏറെ ചർച്ച ചെയ്യുന്നത്. വിരാട് കോഹ്ലി എത്ര ഫെയിലിയർ ആയാലും വിരാട് കോഹ്ലിന് ടീമിൽ അനുയോജ്യമായിട്ടുള്ള അദ്ദേഹം ഓപ്പൺ ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ സാന്നിധ്യം വളരെ നിർണായകമാണ്. അദ്ദേഹത്തിന്റെ ഓരോ മൂവ്മെന്റും ടീം ഇന്ത്യക്ക് അനുകൂലമായിട്ട് മാറുന്നു. അപ്പൊ ബാറ്റിംഗിൽ അദ്ദേഹം തീർത്തും, ഓപ്പണിംഗിൽ അദ്ദേഹം പെർഫോം ചെയ്തില്ലെങ്കിലും ഓപ്പണറായിട്ട് തന്നെ ഈ ഫൈനലിൽ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ശിവം ദുബെയുടെ കാര്യം, അത് നമ്മൾ ഈ സാഹചര്യം നോക്കണം. കാരണം ഹാർദിക് പാണ്ഡ്യ ഇപ്പോഴും പരിക്കിന്റെ പിടിയിൽ തന്നെയാണ്. അദ്ദേഹം ഈ ലോകകപ്പ് കളിക്കുന്നു എന്നുള്ളത് പരിക്കിന്റെ ഒരു പിടിയിലാണ്. അപ്പൊ ഏതെങ്കിലും സാഹചര്യത്തിൽ ബോൾ ചെയ്യുമ്പോൾ, പന്തെറിയുമ്പോൾ അദ്ദേഹത്തിന് ഒരു പരിക്ക് വരികയാണെങ്കിൽ ഒരു മീഡിയം പേസ്, ഒരു സ്റ്റാൻഡ് ബൈ ബോളറായിട്ടാണ് ശിവൻ ദുബെനെ ഉപയോഗിക്കുന്നത്. അത് നമ്മൾ മറയ്ക്കാത്ത കാര്യമാണ്. കാരണം കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം തന്നെ ഹാർദിക് പാണ്ഡ്യ ഒന്നും ഫുള്ളി ഫിറ്റ് അല്ല. അദ്ദേഹം ഒരു ഓൾറൗണ്ടർ എന്നുള്ള രീതിയിൽ അദ്ദേഹം ബാറ്റ് ചെയ്യുന്നു, പന്തെറിയുന്നു. പക്ഷെ പന്തെറിയുമ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ 2 ഓവർ വിനിയോഗിക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ ശിവൻ ദുബെനെ ആ സമയത്ത് നമുക്ക് പന്ത് എറിയാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ശരി, നമുക്ക് 6 ബോളർമാർ ശിവൻ ദുബെയെ കൂടാതെ ഉണ്ടെന്നത് മറ്റൊരു കാര്യം. ബാർബഡോസിൽ നിന്ന് KR നായർ ഒപ്പം ചേരുന്നുണ്ട്. KR നായർ, ടോസ് ഇടാൻ നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്.
അവിടെ ആകാശം എങ്ങനെ തെളിഞ്ഞു തന്നെയാണോ? കേരള കേൾക്കാമോ? ശ്രീ പി രംഗനാഥൻ, അതായത് ഇന്ത്യൻ ബാറ്റിംഗ് നിരയിൽ രോഹിത് ശർമ്മ കഴിഞ്ഞ 2 മത്സരങ്ങളിൽ അപാര മികവ് കാട്ടിയിട്ടുണ്ട്. ടൂർണമെൻറ്റിൽ ഉടനീളം അഗ്രസീവായി കളിക്കുന്നുമുണ്ട്. മികച്ച തുടക്കത്തിന് ശ്രമിക്കുന്നു, ബൗണ്ടറികൾ അടിക്കുന്നു. ഈ ഷോർട്ട് പിച്ച് പന്തുകൾക്ക് പേരുകേട്ട ബൗളിംഗ് നിരയാണ് ദക്ഷിണാഫ്രിക്കയുടേത്. റബാഡ ആകട്ടെ, നൌഡ്ജെ ആകട്ടെ, ജാൻസൺ ആകട്ടെ, മികച്ച ഷോർട്ട് പിച്ച് പന്തുകൾ, ബൗൺസറുകൾ എറിയാൻ കേമന്മാരാണ്. പക്ഷേ രോഹിത് ആകട്ടെ അതൊക്കെയും അടിച്ചു പറത്താൻ കെൽപ്പുള്ള ഒരു മികച്ച ബാറ്റ്സ്മാനാണ് താനും. ബൗൺസറുകൾ തീരുമാനിക്കുമോ ഫൈനൽ? അല്ല, ഒരിക്കലും അങ്ങനെ പറയാൻ സാധിക്കില്ല. കാരണം ഈ ബൗൺസർ എറിയുന്നു എന്നുള്ളത് നോ ബോൾ ആവാനും വൈഡ് ആവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് കൂടുതൽ ബൗൺസർ അറ്റാക്ക് ചെയ്ത് ഒരു ബാറ്റർമാരെ പഴയ കാലത്ത് വെസ്റ്റ് ഇൻഡീസ് ഉണ്ടായിരുന്നു. പക്ഷെ ആ കാലമൊക്കെ പോയി. ഇപ്പൊ ഇന്ന് വെസ്റ്റ് ഇൻഡീസിലൊക്കെ മത്സരം നടക്കുന്നെങ്കിലും അന്നത്തെ ആ ഒരു റൂൾ അല്ല ഇന്ന്. അതായത് രോഹിത്തിന് ഏറ്റവും ഈസിയായ പന്തുകളെ എറിഞ്ഞു തന്നെ രോഹിത്തിനെ കൊടുക്കാൻ സൗത്ത് ആഫ്രിക്കൻ ബൗളേഴ്സ് ശ്രമിക്കുമോ എന്നാണ്. അല്ല, അത് വ്യക്തമാണ്. കാരണം അവര് വെൽ പ്ലാൻഡ് ആയിട്ടാണ് വരിക. ആദ്യമായിട്ട് ലോകകപ്പ് നേടുക എന്നുള്ളൊരു ലക്ഷ്യമായിട്ട് അത് അവര് വരുന്നു. അവര് മികച്ച രീതിയിൽ ഒരു കമ്പൈൻഡ് ടീമാണ്. അവർ ഏറ്റവും ലോകോത്തര ഫാസ്റ്റ് ബോളർമാരാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഒരു വെൽ പ്ലാൻ കാണും. അതിനെതിരായിട്ട് ഇന്ത്യക്കും വെൽ സെറ്റ് ആയിട്ട് ഇന്ത്യയുടെ ബാറ്റർമാരും ഇവരെ എങ്ങനെ കളിക്കണമെന്നും പ്ലാൻ ചെയ്ത് കാണും. കാരണം ഇപ്പൊ നമ്മൾ പറയുന്നത് ഇപ്പൊ രോഹിത് ശർമ്മ മാത്രമല്ല, ഇന്ന് വിരാട് കോഹ്ലിയുടെ ഒരു നല്ല ഇന്നിങ്സ് നമുക്ക് പ്രതീക്ഷിക്കാം. അദ്ദേഹവും ഈ ബൗൺസറും അല്ലെങ്കിൽ ഇത്തരം വലിയ പ്രതിസന്ധി സന്ദർഭങ്ങളെ, സമ്മർദ്ദമെന്ന് തോന്നിപ്പിക്കുന്ന സന്ദർഭങ്ങളെ അനായാസം മറികടക്കുന്ന ആളാണ് വിരാട് കോഹ്ലി. കറക്റ്റ്. അതുകൊണ്ടാണ് ഈ പവർ പ്ലേയില് ഈ ബൗൺസർ അത്ര വലിയ എഫക്റ്റീവ് ആവില്ല. കാരണം 2 ഫീൽഡർ മാത്രമേ 30 യാർഡ് സർക്കിളിന് വെളിയിൽ നിൽക്കാൻ സാധിക്കുകയുള്ളൂ. അത് ഒരുപക്ഷെ ഡീപ്പ് തേർഡ് മാനോ അല്ലെങ്കിൽ ഡീപ്പ് പോയിന്റോ അല്ലെങ്കിൽ ഒരു ഡീപ്പ് ഫൈനലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് തീർന്നു കഴിഞ്ഞു. അപ്പൊ ഷോർട്ട് ബോള് ട്രൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 ഫീൽഡറിനെ ഡിപ്പെൻഡ് ചെയ്ത് വേണം ബൗൺസറൊക്കെ എറിയാനായിട്ട്. അപ്പൊ അതുകൊണ്ട് അനായാസം ഇപ്പൊ സൂര്യകുമാർ യാദവിനെ പോലെ ഒരു ബാറ്ററൊക്കെ ഏത് ബൗൺസർ എവിടെ അടിക്കുന്നു നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ബാറ്റിംഗ് ലൈനപ്പ് ഇന്ത്യക്കുണ്ട്. ഇപ്പൊ വിരാട് കോഹ്ലി ആയാലും രോഹിത് ശർമ്മ ആയാലും, രോഹിത് ശർമ്മയൊക്കെ ഇന്ന് ആ ഓസ്ട്രേലിയക്കെതിരെ ബാറ്റ് ചെയ്ത് കണ്ടപ്പോൾ എന്ത് മനോഹരമായിട്ടാണ് ഓരോ പന്തുകളും അദ്ദേഹം നേരിട്ടത്. അവരുടെയും ഇതിലും മികച്ച പന്തെറിയുന്ന ഫാസ്റ്റ് ബോളേഴ്സ് ആണ്. മിച്ചൽ സ്റ്റാർക്ക് നമ്മൾ കണ്ടതാണ് ലോകകപ്പിലൊക്കെ അദ്ദേഹത്തിന്റെ ആ ബോളിങ്ങിന്റെ വീര്യം. നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഇന്ത്യയെ വിറപ്പിച്ച ആ ബോളിംഗ് പ്രകടനമായിരുന്നു മിച്ചൽ സ്റ്റാർക്കിന്റെ. കൂടാതെ ഹേസിൽവുഡ്, ഇവരെല്ലാം അനായാസം നേരിട്ട് എനിക്ക് തോന്നുന്നു ഈ ലോകകപ്പിൽ ഏറ്റവും മികച്ച ഒരു ഇന്നിങ്സ് ആയിട്ട് നമുക്ക് അതിനെ പറയേണ്ടിയിരിക്കുന്നു രോഹിത് ശർമ്മയുടെ ആ ബാറ്റിംഗ് മികവ്. ഇംഗ്ലണ്ടിനെതിരെ അദ്ദേഹം നേടിയ അർദ്ധ സെഞ്ചുറി. അപ്പൊ ഈ ബൗൺസർ അതൊക്കെ പഴയ കാലം. അന്ന് ഹെൽമെറ്റ് ഇല്ല, അല്ലെങ്കിൽ ചെസ്റ്റ് പാഡ് ഇല്ല, ആം ഗാർഡ് ഇല്ല, അതൊക്കെ പോയി. ഇന്ന് ഇപ്പോ വെൽ പെർഫെക്റ്റഡ് ആണ്. അത് മാത്രമല്ല ബൗണ്ടറിയും സിക്സുകളും പായിക്കാനായിട്ട് അനായാസം ബാറ്റർമാർക്ക് സാധിക്കും. ഈ ഋഷഭ് പന്ത് മികവിൻ്റെ മിന്നലാട്ടം കാട്ടി എന്നല്ലാതെ വലിയൊരു ഇന്നിങ്സ് കളിച്ചിട്ടില്ല. പക്ഷേ സൂര്യകുമാർ കൃത്യസമയത്ത് ഫോമിലേക്ക് വന്നു എന്നത് ശ്രദ്ധേയമാണ്. ഇന്നത്തെ മത്സരത്തിൽ ഈ 2 പേരെ കൂടി മാറ്റി നിർത്തിയാൽ ഹർദിക്കിനും ശിവം ദുബേക്കും വലിയ റോളില്ലേ? അല്ല, അത് ഇന്ത്യയുടെ ഒരു തുടക്കം പോലെ ഇരിക്കും. കാരണം ആദ്യത്തെ പവർ പ്ലേയിൽ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും നല്ലൊരു തുടക്കം നൽകുകയാണെങ്കിൽ പിന്നീട് വരുന്ന ബാറ്റർമാർ, ഇപ്പൊ ഋഷഭ് പന്ത് ആയാലും കൂടാതെ ഹാർദിക് പാണ്ഡ്യ ആയാലും അല്ലെങ്കിൽ സൂര്യകുമാർ യാദവിനെല്ലാം റോള് കുറയുന്നു. ഇവരൊരു 10 ഓവറിലധികം ബാറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു കൂറ്റൻ സ്കോർ ഇന്ത്യക്ക് പടുത്തുയർത്താൻ സാധിക്കും. അവിടെയാണ് ഇന്ത്യയുടെ തുടക്കം. ആ തുടക്കം മികച്ചതാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യ ഒരു നല്ല ടോട്ടൽ പടുത്തുയർത്തും. ശരി, ബുംറയിലേക്ക് വരാം. ഈ ഞങ്ങളൊക്കെ പരസ്പരം സംസാരിക്കുമ്പോൾ ഈ ബുംറയെക്കുറിച്ചുള്ള ചർച്ചകൾ വരുമ്പോൾ പറയാറുണ്ട് എതിർ ടീമിന് 16 ഓവറേ ഉള്ളൂ കളിക്കാനെന്ന്. വളരെ ശരിയാണ് കൃഷ്ണരാജ്. ഒരു കുറച്ചു കാലം കൊണ്ട് ഇപ്പോൾ ശ്രീ പി രംഗനാഥനൊക്കെ ക്രിക്കറ്റിന് വേണ്ടി ജീവിക്കുന്നവരാണ്. ഈ കുറച്ചു നാൾ കൊണ്ട് ലെജൻഡായ മറ്റൊരു താരം ആരാണ്? അല്ല, തീർച്ചയായിട്ടും ബുംറയെ പോലുള്ള ഒരു ബോളറിനെയൊക്കെ നമുക്ക് വളരെ ഒരു കാലത്ത് മലിംഗ വന്നപ്പോൾ നമ്മളെല്ലാം പറഞ്ഞു മലിംഗയുടെ ആക്ഷൻ കണ്ടില്ലേ, പക്ഷെ ലോകത്തെ ഏറ്റവും മികച്ച ബോളറായിട്ട് മലിംഗ മാറി. അതുപോലെ പെക്യൂലിയർ ആയിട്ട്. പക്ഷെ ഇവിടെ ഇന്ത്യൻ ബോർഡ് ചെയ്തത് അദ്ദേഹത്തിന്റെ ആക്ഷനൊന്നും
കൂടുതൽ ടെക്നിക്കലായിട്ട് ചേഞ്ച് ചെയ്യാതെ ആ ആക്ഷനിൽ തന്നെ അദ്ദേഹത്തിന് ഡെവലപ്പ് ചെയ്തെടിച്ച് ഒരു ലോകോത്തര ബോളറാക്കി മാറ്റാൻ സാധിച്ചു. അപ്പൊ ഇന്ത്യയിലെ ശ്രീ പി രംഗനാഥൻ, ഇന്ത്യക്ക് ടോസ് ബാറ്റിംഗ് എന്ന വാർത്ത പുറത്തു വരുന്നുണ്ട്. അതായത് ബാറ്റിംഗ് പിച്ചിൽ മികച്ച ഒരു ഇന്നിങ്സ് കാഴ്ചവെക്കാനാകുമെന്ന ആത്മവിശ്വാസം രോഹിത് ശർമ്മ, വിരാട് കോഹ്ലിയൊക്കെ പങ്കുവെക്കുന്നു. ദ്രാവിഡ് അതിന് പിന്തുണ നൽകുന്നു എന്ന് വ്യക്തമാണ്. ടോസ് നേടുന്നു, ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുന്നു. അതെ, വളരെ നല്ലൊരു തീരുമാനം. കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെയും ഇന്ത്യ ബാറ്റ് ചെയ്ത് എതിരാളികളെ മെരുക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഒരു ചെറിയ സ്കോർ ആയിരുന്നിട്ട് പോലും പാകിസ്ഥാനെ തോൽപ്പിക്കുന്നത് നമ്മൾ കണ്ടു. വളരെ ശരിയാണ്. ആ എടുത്ത തീരുമാനം ശരിവെക്കുന്ന രീതിയിൽ ഇന്ത്യ മികച്ച രീതിയിൽ ഒരു ബാറ്റിംഗ് തുടക്കം കുറിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു സ്കോർ പടുത്തുയർത്താനായിട്ടും ഇന്ത്യക്ക് 2007 ശേഷം ലോകകപ്പ് ഉയർത്താനായിട്ട് ഒരു അവസരമായിട്ട് മാറുന്നു തന്നെ പ്രതീക്ഷിക്കും. ഈ ഒരു സമീപകാലം, വലിയ വിദൂരമല്ലാത്തൊരു കാലം ഓർമ്മയുണ്ടല്ലോ. ഇന്ത്യൻ ബൗളർമാർ 1-2 പേർ മാത്രം, ബാക്കിയുള്ളവർ പൊതിരെ തല്ലുവാങ്ങുന്നു, പരാജയപ്പെടുന്നു. പക്ഷേ ഇപ്പോൾ രോഹിത്തിനും ദ്രാവിഡിനുമൊക്കെ അധിക വിശ്വാസം ബൗളർമാരിലാണെന്ന് തോന്നുന്നു. വളരെ ശരിയാണ്. കാരണം ഏറ്റവും മികച്ച രീതിയിൽ വളരെ കമ്പൈൻഡ് ആയിട്ട് ഇന്ത്യൻ സ്പിന്നർമാരും ഫാസ്റ്റ് ബോളർമാരും പന്തെറിയുന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ പ്രത്യേകിച്ച് ബുംറ നയിക്കുന്ന ഒരു ബോളിംഗ് അറ്റാക്ക്, അക്ഷർദീപ് സിംഗിന്റെ ആ ബോളിംഗ് മികവ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇത്ര മനോഹരമായിട്ട് ഈ ലെഫ്റ്റ് ആം ഫാസ്റ്റ് ബോളർ പന്തെറിയുന്നുള്ളത്. അദ്ദേഹം ഒരു T20 സ്പെഷ്യലിസ്റ്റ് ബോളറായിട്ട് മാറുന്നു. ബുംറയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകി പന്തെറിയുന്നു. കൂടാതെ ഹാർദിക് പാണ്ഡ്യ ആയാലും ശിവൻ ദുബെ ഇതുവരെ പരീക്ഷിച്ചിട്ടില്ല. കൂടാതെ സ്പിന്നറിലായാലും നമ്മൾ അക്സർ പട്ടേൽ, കുൽദീപ് യാദവിന്റെ ഇൻക്ലൂഷനൊക്കെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഈ പരമ്പരയിൽ, അതായത് ഈ ടൂർണമെന്റിൽ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ പന്തെറിയാനായിട്ട് ഈ ലെഫ്റ്റ് ആം സ്പിന്നർമാർക്ക് സാധിച്ചു എന്നുള്ളത് ഇന്ത്യയുടെ വിജയത്തിന്റെ അടിത്തറയാണ്. ഈ ബുംറ വളരെ മനോഹരമായി കൺസിസ്റ്റന്റ് ആയി പന്തെറിഞ്ഞു മാറുന്നു. ഒരുപക്ഷെ ആ പ്രതിരോധം മറികടക്കാനുള്ള ശ്രമമാകും അർഷ്ദീപിന് മേലോ അടുത്ത ബൗളർക്ക് മേലെയോ ബാറ്റ്സ്മാൻമാർ ശ്രമിക്കാറ്. അത് അവർ കൃത്യമായി വിനിയോഗിക്കുന്നു, അല്ലേ? വളരെ ശരിയാണ്. പക്ഷെ ഇന്ന് ഒരു പ്രത്യേകത, ഈ രണ്ട് ലെഫ്റ്റ് ഹാൻഡേഴ്സ്, അത് ഇന്ത്യയുടെ ഒരു സ്പിന്നർ അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് ആം സ്പിന്നേഴ്സ് ആണ്. പക്ഷെ അവരെ എതിരിടുന്നത് ഇപ്പോ ഡിക്കോക്ക് ആയാലും മില്ലർ ആയാലും, ഇത് നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടതാണ്. കാരണം ഈ രണ്ട് ലെഫ്റ്റ് ഹാൻഡേഴ്സിന് അനായാസം ലെഫ്റ്റ് ആം സ്പിന്നേഴ്സിനെ കളിക്കാൻ സാധിക്കും. അപ്പൊ ഇന്ന് നല്ലൊരു ടോട്ടല് പടുത്തുയർത്തി സൗത്ത് ആഫ്രിക്കയെ സമ്മർദ്ദത്തിലാക്കി കഴിഞ്ഞാൽ അനായാസം ഇന്ത്യക്ക് വിജയത്തിലോട്ട് എത്താൻ സാധിക്കും. അതല്ല ഒരു 150, 160 എന്നുള്ള സ്കോറൊക്കെ വരികയാണെങ്കിൽ ഇന്ന് മത്സരം കടുക്കുമെന്നതിന്റെ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന ടീമിന് ലോകകപ്പ് പോലെ വലിയൊരു വേദിയിൽ പ്രതിരോധത്തിലേക്ക് പോകേണ്ടി വരും എന്ന ദീർഘവീക്ഷണം രോഹിത് കാണിച്ചുവെന്നുകൂടി മനസ്സിലാക്കണ്ടേ? വളരെ വ്യക്തമാണ്. കാരണം ക്യാപ്റ്റൻ ലീഡ് ഫ്രം ദ ഫ്രണ്ട് എന്ന് ശരിവെക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള പെർഫോമൻസ്. ശരി, നമ്മുടെ ടീം വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സഞ്ജുവിന് ചാൻസ് ഇല്ല, യശ്വസി ജയ്സ്വാളിനും ചാൻസ് ഇല്ല. വിന്നിംഗ് കോമ്പിനേഷൻ തുടരും. നിഖിൽ ഒപ്പം ചേരുന്നുണ്ട് വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന്. നിഖിൽ, എങ്ങനെയാണ് ഇന്ത്യയുടെ ടീം? കൃഷ്ണരാജ്, ടോസ് നേടിയ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ, ശ്രീ പി രംഗനാഥൻ അടക്കമുള്ള സൂചിപ്പിച്ച പോലെ, ഒരു ബാറ്റിംഗ് അനുകൂല പിച്ച് എന്നുള്ള രീതിയിൽ തന്നെ ആ ഒരു ആനുകൂല്യം മാക്സിമം ഉപയോഗിക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെ ടോസ് നേടിയ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ ബാറ്റിംഗ് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇന്ത്യൻ ടീമിലേക്ക് വന്നാൽ ഇന്ത്യൻ ടീമിൽ യാതൊരുവിധ മാറ്റങ്ങളുമില്ല. ടീം അൺചേഞ്ച്ഡാണ്. ടീമിൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ, നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ സഞ്ജു സാംസണോ SC ജയ്സ്വാളോ ഉൾപ്പെട്ടിട്ടില്ല. വിരാട് കോഹ്ലിയും അതുപോലെ തന്നെ ശിവൻ ദുബെയും ഒന്നും ടീമിൽ ഒഴിവാക്കിയിട്ടില്ല. അതായത് കഴിഞ്ഞ മത്സരം കളിച്ച വിരാട് കോഹ്ലിയെ ഒഴിവാക്കുമെന്ന് ഒരിക്കലും നമ്മൾ ചിന്തിച്ചിട്ട് പോലുമില്ല. അത് വേറെ കാര്യം. പക്ഷേ ശിവം ദുബെയുടെ കൺസിസ്റ്റൻസിയിൽ ഉണ്ടായ പ്രശ്നം അത് ഒരു ചർച്ചാ വിഷയമായിരുന്നു. പക്ഷേ വിരാട് കോഹ്ലി ഇനി എത്ര ഡക്കായാലും എത്ര മോശം സ്കോർ കളിച്ചാലും വേൾഡ് കപ്പിൽ ഇങ്ങനെ ഒരു മത്സരത്തിൽ എങ്ങനെ മാറി നിൽക്കാനാണ്? തീർച്ചയായും അതുതന്നെയാണ് കഴിഞ്ഞ ദിവസം നായകൻ രോഹിത് ശർമ്മയും അതോടൊപ്പം തന്നെ രാഹുൽ ദ്രാവിഡും പറഞ്ഞ കാര്യം അതുതന്നെയാണ്. കാരണം ഇന്ന് ഒരുപക്ഷെ വിരാട് കോഹ്ലിയുടെ ദിനമായിരിക്കാം എന്നാണ് അവർ പറഞ്ഞത്. അതായത് ഈ ഒരു ഫൈനൽ ദിവസത്തിലേക്ക് വിരാട് കോഹ്ലി മാറ്റി വെച്ചിരിക്കുകയാണ് എന്നാണ് രോഹിത് ശർമ്മ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ടീം ഇന്ത്യയിൽ യാതൊരുവിധ മാറ്റങ്ങളുമില്ല. കഴിഞ്ഞ മത്സരം കളിച്ച അതേ 11 തന്നെയാണ് ടീം ഇന്ത്യ ഇറങ്ങുക. ഓപ്പണിങ്ങിൽ രോഹിത് ശർമ്മയ്ക്കൊപ്പം വിരാട് കോഹ്ലി ഇന്ത്യൻ ടീമിൻ്റെ ഇന്നിങ്സ് ഓപ്പൺ ചെയ്യും. വൺ ഡൗണായി ഋഷഭ് പന്ത് ടീമിൽ ഉണ്ട്. അതിനുശേഷം വരുന്നത് സൂര്യകുമാർ യാദവാണ്. സൂര്യകുമാർ യാദവിന് ശേഷം ശിവം ദുബെ എത്തും. അതിനുശേഷം ഹാർദിക് പാണ്ഡ്യ, രവീന്ദ്ര ജഡേജ, അക്ഷർ പട്ടേൽ എന്നീ ഓർഡറിലാണ് പോവുക. പിന്നീട് കുൽദീപ് യാദവ്, ബുംറ,
അർഷദീപ് സിംഗ്, ആ ഒരു ഓർഡറിൽ പോകും. ഇന്ത്യക്ക് നേരത്തെ കഴിഞ്ഞ മത്സരം കളിച്ച പോലെ 7 ബൗളിംഗ് ഓപ്ഷൻ ഈ മത്സരത്തിലും ഉണ്ട് എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. സൗത്ത് ആഫ്രിക്കൻ നിരയിലേക്ക് വന്നാൽ അവർ ഒരു സാധ്യത പറഞ്ഞിരുന്നത് ഒരു പേസ് ബൗളറെ കൂടി ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഷംസിയോ കേശവ് മഹാരാജോ ഒക്കെ പുറത്തിരിക്കേണ്ടി വരുമെന്നാണ്. അവിടെ എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടോ? ഇപ്പോഴറിയാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം, ദക്ഷിണാഫ്രിക്കൻ ടീമിലും യാതൊരുവിധ മാറ്റവും സംഭവിച്ചിട്ടില്ല. കഴിഞ്ഞ മത്സരം കളിച്ച അതേ 11 തന്നെയാണ് ദക്ഷിണാഫ്രിക്കയും ഈ മത്സരത്തിലും ഇറക്കിയിരിക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിലെ അതേ 11 തന്നെയാണ് ഈ മത്സരത്തിലുമുള്ളത്. അതായത് കൃഷ്ണരാജ് സൂചിപ്പിച്ച പോലെ കേശവ് മഹാരാജിനെ പോലുള്ള താരങ്ങളെ പുറത്തിരുത്തി ഒരു പേസറെ ഉൾപ്പെടുത്തുമോ എന്ന ആ ഒരു ചോദ്യത്തിന് ഇനി പ്രസക്തിയില്ല. കാരണം അവരുടെ ടീമിലും യാതൊരുവിധ മാറ്റങ്ങളുമില്ല. കൃഷ്ണരാജ്, ശരി. അതായത് ഇന്ത്യക്ക് വേണ്ടി വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഓപ്പൺ ചെയ്യും. ഋഷഭ് പന്ത് വൺ ഡൗൺ വരും. പിന്നാലെ സൂര്യകുമാർ യാദവ്, ഹർദിക് പാണ്ഡ്യയുണ്ട്, ശിവം ദുബെയുണ്ട്. ബൗളിംഗ് നിരയും കഴിഞ്ഞ മത്സരത്തിൽ നിന്നൊരു വ്യത്യാസവുമില്ല. ദക്ഷിണാഫ്രിക്കൻ ടീമിലും മാറ്റമില്ല. പി രംഗനാഥൻ, നമ്മൾ പറഞ്ഞു വന്നത് ബുംറ എന്ന ലെജൻഡിനെ കുറിച്ചാണ്. മറ്റൊന്ന്, ഈ രവീന്ദ്ര ജഡേജ എന്ന പ്ലെയറെ ചുറ്റിപ്പറ്റി ഇന്ത്യ ജയിച്ച കളികൾ ഒരുപാടുണ്ട്. അവിടെ കുൽദീപ് യാദവ് ഉണ്ട്. അപ്പോഴൊന്നും പറഞ്ഞു കേൾക്കാത്തൊരു പേരാണ് അക്സർ പട്ടേൽ എന്ന താരത്തിൻ്റേത്. പക്ഷേ രോഹിത് ശർമ്മ എവിടെയൊക്കെ അവസരം നൽകിയോ പന്തെറിയാൻ, ബാറ്റ് ചെയ്യാൻ പോലും കിട്ടിയ അവസരങ്ങൾ മുതലാക്കുന്നതിൽ കേമനാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു അക്സർ പട്ടേൽ. അങ്ങനെ അക്സർ എന്ന താരത്തിൻ്റെ ഫോം ഒരുപക്ഷെ ഇന്ത്യക്ക് വലിയ മുതൽക്കൂട്ടല്ലേ? അല്ല, നമ്മൾ ഈ 3 ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നേഴ്സിനെ ടീമിലെടുത്തപ്പോൾ എനിക്ക് തോന്നുന്നു ജനം ടി വിയിൽ തന്നെ നമ്മൾ ഏറെ വിമർശിച്ച ഒരു കാര്യമാണ് അക്സർ പട്ടേലിന്റെ ഇൻക്ലൂഷൻ. പക്ഷെ അക്സർ പട്ടേലിന്റെ പെർഫോമൻസ്, കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം മാൻ ഓഫ് ദ മാച്ച് നേടുന്നു. അദ്ദേഹത്തിന്റെ കാരണം ഇവിടെ ഏറ്റവും നിർണായകമാവുന്നത് ജഡേജ ഔട്ട് ഓഫ് ഫോം ആവുന്നു, അക്സർ പട്ടേൽ ഫോമിൽ വന്നിരിക്കുന്നു. അവിടെയാണ് ഒരു ടീമിന്റെ ഒരു കോമ്പിനേഷൻ. അദ്ദേഹം അക്സർ പട്ടേൽ ഒരു പിഞ്ച് ഹീറ്ററായിട്ട് ബാറ്റിംഗ് ചെയ്യുന്നുണ്ട്. കൂടാതെ ജഡേജ ഇന്ന് ഔട്ട് ഓഫ് ഫോം ആണെങ്കിലും ഒരുപക്ഷെ ഇന്ന് അദ്ദേഹം വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലെയർ ആണ്. അദ്ദേഹത്തിന്റെ ഫീൽഡിലുള്ള സാന്നിധ്യം, അദ്ദേഹം എടുക്കുന്ന ക്യാച്ചസ് അല്ലെങ്കിൽ ഫീൽഡിൽ നേടുന്ന റൺസ് സേവ് ചെയ്യുന്നത്, ഇതെല്ലാം നമ്മൾ കാണുന്നതാണ്. അപ്പൊ അക്സർ പട്ടേലിന് പകരക്കാരൻ ജഡേജ എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല. രണ്ടുപേരും ടീമിലുള്ളത് ഏറെ ടീമിന്റെക്ക് ഗുണം ചെയ്യും. ബാറ്റിംഗ് ഡെപ്ത് കൂടുകയാണ്, വളരെ വ്യക്തമാണ്. അതാണ് ഒരു ബാറ്റിംഗ് ഓൾറൗണ്ടറും കൂടെ ആയിട്ട് നമ്പർ 8 അക്സർ പട്ടേൽ ബാറ്റ് ചെയ്തതാണെങ്കിൽ, ഇല്ലെങ്കിൽ തുടക്കത്തിലെ തന്നെ വിക്കറ്റ് നഷ്ടപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തെ ബാറ്റിങ്ങിന് പ്രൊമോട്ട് ചെയ്യുന്നു. ഒരു സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ അദ്ദേഹത്തിന് 10-20 റണ്ണൊക്കെ നേടാൻ സാധിക്കുന്ന ഒരു കാഴ്ചയെ നമുക്ക് കാണാൻ സാധിച്ചു. എന്തായാലും ഇവരുടെയൊക്കെ ഇൻക്ലൂഷൻ അല്ലെങ്കിൽ ടീമിൽ ഉൾപ്പെടുത്തിയത് ഒരു രീതിയിൽ നമുക്ക് വിമർശിക്കാൻ സാധിക്കില്ല. ശരി, കൗതുകകരമായ ഒരു കാര്യം പുറത്തു വരുന്നു. ഇൻ 2007 വേൾഡ് കപ്പ് ഫൈനൽ, T20 ഫൈനൽ, India won the toss, decided to bat first and won the match. In 2024 T20 World Cup final, India won the toss, decided to bat first. ഒരു ക്വസ്റ്റ്യനാണ്. കപ്പടിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതോ ജ്യോതിഷിയൊക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാ അർത്ഥത്തിലും ജയിക്കാൻ സാധ്യതയുള്ളത് ഇന്ത്യയാണ് എന്നൊരു പ്രവചനമൊക്കെ വന്നിട്ടുണ്ട്. ശ്രീ പി രംഗനാഥൻ, നമ്മുടെ ബൗളിംഗ് ബാറ്റിംഗ് താരതമ്യപ്പെടുത്തൽ ഏറെക്കുറെ ഇന്ത്യയുടേത് പൂർണ്ണമായി കഴിഞ്ഞു. ഇനി സൗത്ത് ആഫ്രിക്കയിലേക്ക് വന്നാൽ അവരുടെ എനിക്ക് തോന്നുന്നു ഏറ്റവും ഡേഞ്ചറസ് ആയ താരം ഡീകോക്കാണ്. അതിലൊരു സംശയവും വേണ്ട. ഡീകോക്ക് ഫോമിലുമാണ്. അതായത് സൗത്ത് ആഫ്രിക്കയുടെ മറ്റൊരു ബാറ്റ്സ്മാനും ആദ്യ 15-ലില്ല ഡീകോക്ക് അല്ലാതെ. ഈ ഡീകോക്കിന്റെ വിക്കറ്റ് എടുത്താൽ പാതി ജയിക്കുമോ ഇന്ത്യ? ഒരിക്കലും അങ്ങനെ പറയാൻ സാധിക്കില്ല. കാരണം മില്ലറിന്റെ കാര്യം നമ്മൾ ഒരിക്കലും പറയാതെ പോകാൻ പാടില്ല. വിക്കറ്റ് നഷ്ടപ്പെടുമ്പോൾ ഏറ്റവും കൂടുതൽ സമ്മർദ്ദത്തിൽ ബാറ്റ് ചെയ്യുന്നത് ഡേവിഡ് മില്ലറാണ്. കൂടാതെ അവരുടെ ക്യാപ്റ്റൻ മക്രം, കൂടാതെ ഹെൻഡ്രിക്സ്. അപ്പൊ എല്ലാ താരങ്ങളും അവരുടെ റോള് നന്നായിട്ട് ഭംഗിയായിട്ട് കളിക്കാൻ കഴിവുള്ള താരങ്ങൾ തന്നെ. ക്ലാസൻ, അദ്ദേഹം നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് പ്രകടനം. പേര് പോലെ തന്നെ ഹാർഡ് ഹിറ്റർ ആണ്, പക്ഷെ ക്ലാസനാണ്. അതെ അതെ അതെ, അതുകൊണ്ടാണ്. അപ്പൊ അദ്ദേഹം നമ്മൾ IPL-ലൊക്കെ അദ്ദേഹം നേടിയ റൺസും അദ്ദേഹത്തിന്റെ ആ പ്രകടനവും എല്ലാം നമുക്ക് ഒരിക്കലും കുറച്ച് കാണാൻ സാധിക്കില്ല. അപ്പൊ ക്ലാസൻ അല്ലെങ്കിൽ മില്ലർ, കൂടാതെ ഡിക്കോക്ക്, ഹെൻഡ്രിക്സ്, മാക്രം, ഇവർക്കും നല്ലൊരു ബാറ്റിംഗ് നിരയുണ്ട്. പക്ഷെ ഇന്ത്യൻ ബോളർമാര് രണ്ടാമത് പന്തെറിയുമ്പോൾ ഒരു വലിയ ടോട്ടലാണ് ഇന്ത്യ പടുത്തുയർത്തുന്നതെങ്കിൽ സമ്മർദ്ദത്തിൽ കളിക്കാനായിട്ട് എത്ര പേർക്ക് സാധിക്കുന്നുള്ളതാണ് ഒരു ടോട്ടൽ ചേസ് ചെയ്യുമ്പോൾ. ഈ അതിവിദൂരമല്ലാത്ത ഒരു കാലത്ത് സ്പിന്നെന്ന് എഴുതി കാണിച്ചാൽ വീണുപോകുന്ന ദക്ഷിണാഫ്രിക്കൻ ബാറ്റ്സ്മാൻമാരുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്ന് IPL-ലൂടെയൊക്കെ തന്നെ അവർ ഏറെ മെച്ചപ്പെട്ടില്ല. ഈ IPL എടുത്താൽ തന്നെ നമുക്കറിയാം, മർക്രാം ആയിക്കോട്ടെ, ഡീകോക്ക് ആയിക്കോട്ടെ, മില്ലർ ആയിക്കോട്ടെ, ക്ലാസൻ ആയിക്കോട്ടെ, അപാര ഫോമിലാണ്. IPL കൊടുത്ത ഒരു പാഠം അത് ഇന്ത്യക്ക് തന്നെ തിരിച്ചടിയാകുമോ എന്നൊരു ചോദ്യം അവിടെ ഉണ്ട്. അല്ല, അത് കൃഷ്ണരാജ്, ഇപ്പൊ IPL-ലുള്ള ഒരു പിച്ചേഴ്സ് അല്ല ഇപ്പോ വെസ്റ്റ് ഇൻഡീസിലും അമേരിക്കയിലും നമ്മൾ കണ്ടത്.
IPL 270 റൺസൊക്കെയാണ് ചേസ് ചെയ്ത് ജയിച്ചത്. ഇന്ന് അമേരിക്കയിൽ നടന്ന മത്സരങ്ങൾ നിങ്ങളൊന്ന് സ്കോർ നോക്കൂ, 100, 110 വിന്നിംഗ് ടോട്ടലാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു പിച്ചിൽ 20 റണ്ണും 30 റണ്ണും നേടിക്കഴിഞ്ഞാൽ ഒരു മികച്ച പ്ലെയർ ആയിട്ട് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. IPL തീർച്ചയായിട്ടും കോൺഫിഡൻസ്, ഇപ്പൊ ബിഗ് ബാഷ് ഉണ്ട്, IPL ഉണ്ട്, ബംഗ്ലാദേശ് പ്രീമിയർ ലീഗ് ഉണ്ട്, ഇപ്പൊ എല്ലാ രാജ്യങ്ങളും പ്രീമിയർ ലീഗ് നടത്തുന്നു. ഇപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ വെസ്റ്റ് ഇൻഡീസിന്റെ ടീമിന്റെ ഗതിയുടെ ഒന്ന് നോക്കുക. വെസ്റ്റ് ഇൻഡീസ് ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്തത് ഇന്ത്യൻ നടന്ന IPL ആണ്. ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് വെസ്റ്റ് ഇൻഡീസിന്റെ താരങ്ങളാണ്. പക്ഷെ വെസ്റ്റ് ഇൻഡീസ് ലോകകപ്പിൽ സെമി ഫൈനൽ കാണാതെ പുറത്തു പോകുന്നു. ശരിയാണ്, ഈ IPL ഏറ്റവും കൂടുതൽ തല്ലു വാങ്ങിയ താരങ്ങളിൽ ഒരാളാണ് നോർജ്. പക്ഷേ വേൾഡ് കപ്പിലേക്ക് വന്നപ്പോൾ വലിയ ഫോമിലാണ് താരം. വളരെ ശരിയാണ്. കാരണം അദ്ദേഹത്തിന്റെ അതാണ് ഞാൻ പറഞ്ഞത്, ബോളർമാർക്ക് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയ ഒരു വേൾഡ് കപ്പ് ആയിട്ടാണ് മാറിയിരിക്കുന്നത്. ഏറ്റവും മികച്ച രീതിയിൽ, പ്രത്യേകിച്ച് സൗത്ത് ആഫ്രിക്കയുടെ ബോളിംഗ് അറ്റാക്ക്, ഇപ്പൊ റബാഡെ ആയാലും നോർച്ചെ ആയാലും, കൂടാതെ ജാൻസനെ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ബോളിംഗ് മികവ് നോക്കൂ, ഏറ്റവും മികച്ച രീതിയിൽ പന്തെറിയുന്നു. ഏറ്റവും ഈ ആദ്യ ഓവറുകളിൽ വിക്കറ്റ് എടുക്കാൻ കേമനാണ് ജാൻസൺ. വളരെ ശരിയാണ്. കാരണം ഏറ്റവും കൂടുതൽ സമ്മർദ്ദത്തിലാക്കി വിക്കറ്റ് എടുക്കാൻ കഴിവുള്ള ഒരു ബോളർ. അപ്പൊ ജാൻസനെ നമ്മൾ ഒരിക്കലും ലോകകപ്പിലല്ല, അദ്ദേഹം IPL മികച്ച രീതിയിൽ പന്തെറിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം നോക്കുന്നത് അവര് ഈ ഒരു കൃഷ്ണരാജ് ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു ഇന്റർനാഷണൽ പ്ലെയർ, അത് ബൗളർ ആവട്ടെ ബാറ്റർ ആവട്ടെ, ഏത് സാഹചര്യത്തിലും ഏത് പിച്ചിലും ഏറ്റവും മികച്ച രീതിയിലിട്ട് കളിക്കാൻ കഴിയണം. അതാണ് ഒരു താരത്തിനെ താരമാക്കുന്നത്. അതല്ലാതെ ബാറ്റിംഗ് വിക്കറ്റിൽ 100 സെഞ്ചുറി അടിച്ചതുകൊണ്ട് ഒരു താരമാവില്ല. പക്ഷെ ദുർഘടമായ പിച്ചിലും പെർഫോം ചെയ്യാനായിട്ട് ഒരു താരത്തിന് കഴിയണം. അവിടെയാണ് ഒരു മികച്ച ബാറ്ററായിട്ട് നമ്മൾ കരുതുക. അതുപോലെ തന്നെയാണ് ബോളറും. വിക്കറ്റ് ബാറ്റിംഗ് അനുകൂലമായിട്ടുള്ള ഒരു പിച്ചിൽ റൺസ് വിട്ടുകൊടുക്കാതെ വിക്കറ്റ് എടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ബോളറിനെയാണ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. ഞാൻ അങ്ങയിലേക്ക് മടങ്ങി വരാം. നിഖിൽ, ആകാശം മേഘാവൃതമല്ല എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ഏറ്റവും ഒടുവിൽ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ എന്താണ് ബാർബഡോസിൽ നിന്ന്? കൃഷ്ണരാജ്, ബാർബഡോസിൽ നിന്ന് നമ്മുടെ പ്രതിനിധി ശ്രീ KR നായർ ഏറ്റവും പുതുതായിട്ട് നമുക്ക് നൽകിയ വിവരങ്ങൾ അനുസരിച്ച് ബാർബഡോസിൽ മഴ പെയ്യാനുള്ള സാധ്യത വളരെ വിരളമാണ്. കാരണം അദ്ദേഹം നേരത്തെ നമ്മളുടെ കഴിഞ്ഞ ബുള്ളറ്റിനുള്ളിൽ അദ്ദേഹം ലൈവിൽ വന്നിരുന്നു. ആ സമയത്ത് അവിടുത്തെ ആകാശമൊക്കെ വളരെ തെളിഞ്ഞ ആകാശമാണ്, അവിടെ വളരെ ബ്ലൂ സ്കൈ ആണ്, മഴയ്ക്കുള്ള സാധ്യതകളൊന്നുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. നമ്മൾ ദൃശ്യങ്ങളിലും അത് കണ്ടതാണ്. എന്തായാലും അവിടുത്തെ ആരാധകരൊക്കെ വളരെ വലിയ ആവശ്യത്തിൽ തന്നെയാണ്. മഴ ഒഴിഞ്ഞു നിൽക്കുന്നു. മഴ യാതൊരു വിധത്തിലും ഈ ഒരു ഫൈനലിന് ഭീഷണി ഉയർത്തുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പിന്നീട് എടുത്തു പറഞ്ഞൊരു കാര്യം, അദ്ദേഹം ആ ഇതിൽ സൂചിപ്പിച്ച മറ്റൊരു കാര്യമുണ്ട്. കാരണം ബാർബഡോസ് ആണ്, അതൊരു തീരത്തോട് ചേർന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഏത് സമയത്തും ഏത് സാഹചര്യത്തിലും മഴ പെയ്യാനുള്ളൊരു സാഹചര്യമുണ്ട്. അത് തള്ളിക്കളയാൻ സാധിക്കില്ല. പക്ഷേ മഴ പെയ്താൽ തന്നെ അത് വളരെ വേഗത്തിൽ മാറുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ മത്സരത്തെ പൂർണ്ണമായും മഴ ബാധിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത് കാറ്റ് വീശാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കാറ്റ് മത്സരത്തിൻ്റെ ആ ഒരു ബോളർമാർക്ക് അനുകൂലമാകും എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ നേരത്തെ വന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കാലാവസ്ഥ ഒരു തരത്തിലും മത്സരത്തെ ബാധിക്കാനുള്ള സാധ്യതയില്ല. കൃഷ്ണരാജ്, ശരി. ശ്രീ പി രംഗനാഥൻ, നമ്മൾ ദക്ഷിണാഫ്രിക്ക ടീമിനെ കുറിച്ചാണ് പറഞ്ഞു പോകുന്നത്. അവസാനം ഈ സ്പിൻ കോംബോ അവരുടേത് ഏറെ കാലത്തിന് ശേഷം വളരെ സ്ഥിരതയോടെ പന്തെറിയുന്ന, മികവോടെ പന്തെറിയുന്ന 2 പേരാണ് കേശവ് മഹാരാജും ഷംസിയും. അവരെ പ്രതിരോധിക്കാൻ ഇന്ത്യക്ക് എങ്ങനെ കഴിയും? അല്ല, ഷംസി ഒരു പ്രത്യേക തരം ഒരു ചൈനാമാൻ ബോളറാണ്. അദ്ദേഹം വിക്കറ്റ് ടേക്കിംഗ് ബോളറായിട്ട് മാറിയിരിക്കുന്നു. കഴിഞ്ഞ മത്സരത്തിൽ സെമിഫൈനൽ അഫ്ഗാനിസ്ഥാനെതിരെ മാൻ ഓഫ് ദ മാച്ച് അദ്ദേഹം നേടിയ വിക്കറ്റ് നേട്ടം. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പെക്യൂലർ ടൈപ്പ് ബോളിംഗ് ആണ്. പക്ഷെ ഇന്ത്യക്ക് തീർച്ചയായിട്ടും അതെല്ലാം കളിച്ച് നല്ല രീതിയിൽ അവരെ സ്പിന്നേഴ്സിനെ കളിക്കാനായിട്ട് അനുയോജ്യമായിട്ടുള്ള ബാറ്റിംഗ് ഡെപ്ത് ഇന്ത്യക്കുണ്ട്. പ്രത്യേകിച്ച് ഇപ്പൊ അക്സർ പട്ടേലിനെ നമ്മൾ പറയാം, അല്ലെങ്കിൽ ജഡേജ, ഇവരൊക്കെ തന്നെ ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആണ്. ഋഷഭ് പന്ത് ഇവർ ലെഫ്റ്റ് ഹാൻഡർ ആണ്. അപ്പൊ ഒരു ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നറിനെ അല്ലെങ്കിൽ ഒരു ഷംസീനെ പോലെയുള്ള ഒരു ബോളറിനെ കളിക്കാനായിട്ട് ഇവർക്ക് സാധിക്കും. പക്ഷെ ഏറ്റവും അലട്ടാൻ പോകുന്നത്, നമ്മൾ ചോദ്യചിഹ്നമായിരിക്കുന്നത് അവരുടെ ഫാസ്റ്റ് ബോളർമാരെ, പ്രത്യേകിച്ച് റബാഡേനെയും ജാൻസനെയും നോർച്ചനെയും ഒക്കെ എങ്ങനെയാണ് ഇന്ത്യൻ ബാറ്റർമാർ നേരിടുക. ആദ്യത്തെ 6 ഓവർ വളരെ ക്രൂഷ്യലായിരിക്കും. ഷംസിയും പിന്നീട് മഹാരാജം പന്തെറിയാൻ വന്നു കഴിഞ്ഞാലും നല്ലൊരു തുടക്കമാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് ഈ സ്പിന്നേഴ്സിനെ അനായാസം റണ്ണടിക്കാനായിട്ട് ഇന്ത്യൻ ബാറ്റർമാർക്ക് സാധിക്കും. ശ്രീ പി രംഗനാഥൻ, ഈ ഇന്ത്യ മുൻപ് ഇതേ ഗ്രൗണ്ടിൽ കളിച്ചു ഈ ലോകകപ്പിൽ അഫ്ഗാനിസ്ഥാനെതിരെ. പക്ഷേ ദക്ഷിണാഫ്രിക്കയ്ക്ക് പിച്ചോ ഗ്രൗണ്ടോ പരിചയമില്ല. ഈ പിച്ചിനെ അറിയാമെന്നത്
ഇന്ത്യക്ക് എത്ര കണ്ട് ഗുണം ചെയ്യും? ഇല്ല, അതാണ് ഞാൻ നേരത്തെ കൃഷ്ണ സൂചിപ്പിച്ചത്. അതായത് ഇന്നത്തെ ഒരു സാഹചര്യം, ഇന്നത്തെ പിച്ച്, ഇന്നത്തെ അവിടുത്തെ സമ്മർദ്ദം, ഇപ്പൊ ഫൈനൽ എന്നുള്ള സമ്മർദ്ദം ഇരു ടീമുകൾക്കുമുണ്ട്. അപ്പൊ ആ സമ്മർദ്ദത്തിനെ അതിജീവിക്കുക. ഇപ്പൊ പിച്ച് ബാറ്റർമാർക്ക് അനുകൂലമാണെങ്കിൽ ബാറ്റർമാർ തീർച്ചയായിട്ടും പെർഫോം ചെയ്തേ മതിയാവുകയുള്ളൂ. തിരിച്ചും അവർക്ക് ചേസ് ചെയ്യാം. ഒരു 150 ഒരു സ്കോറിന് മുകളിൽ പോവുകയാണെങ്കിലാണ് സമ്മർദ്ദത്തിന് വരിക. അതല്ലാതെ ഇന്ത്യ ഒരു 150, 160 ആണെങ്കിൽ മത്സരം ഇന്ന് പൂർണ്ണമായിട്ടും നമുക്ക് ആരെ ജയിക്കുന്ന പറയാൻ പറ്റില്ല. പക്ഷേ ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം. ഇപ്പൊ ബാർബഡോസിൽ നിന്ന് KR നായർ ഒപ്പം ചേരുന്നുണ്ട്. പക്ഷെ KR നായർ നേരത്തെ അങ്ങയിലേക്ക് വരാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ കഴിഞ്ഞില്ല. അവിടെ ഇപ്പോൾ ആവേശം എങ്ങനെയാണ്? ഇനി 10 മിനിറ്റ് തികച്ചില്ല ആദ്യ പന്തറിയാൻ. നിരവധി പേർ വന്നെത്തി നിൽക്കുന്ന ഒരു വേദിയാണ്. സ്വാഭാവികമായും അവിടെ ടെലിഫോൺ റേഞ്ചിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങ് കേൾക്കാമോ? KR നായർ കേൾക്കാമോ? ഹലോ, കേൾക്കാമോ? കേൾക്കാം. ശരി, ആവേശം എങ്ങനെയാണ് ഇപ്പോൾ? ശബ്ദമുണ്ട്, ഭയങ്കര ശബ്ദമാണ് ഇവിടെ. ആൾക്കാർ ഡ്രം ബീറ്റും അതും എല്ലാം കൂടെ ആയിട്ട് മ്യൂസിക്കും എല്ലാം കൂടെ ഒരു ഫെസ്റ്റിവലിന്റെ അറ്റ്മോസ്ഫിയർ ആണ്. വെളിയിൽ നമ്മൾ നോക്കുമ്പോ ഒരു ഉത്സവത്തിന് പോണ പോലെ ഉണ്ട്. ക്രിക്കറ്റ് മാച്ചിനെയും കാട്ടിലും എല്ലാവരുടെ കയ്യിലും ബാൻഡുകളും അതുമായിട്ട്. അതുകൊണ്ട് ഒച്ച കൊണ്ട് എന്റെ ചെവി അടഞ്ഞിട്ട് വയ്യ. ശരി, ഏതായാലും അങ്ങ് ആ ഫൈനൽ പോരാട്ടം റിപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്നതിന്റെ വലിയൊരു ആവേശത്തിലാണെന്നും അറിയാം. അവിടെ ആരാധകരെ പോലെ തന്നെ ആവേശം അങ്ങേക്കും ഉണ്ടാകും. ഏതായാലും മത്സരം കാണണം, കൃത്യമായി വിലയിരുത്തണം. വരുന്ന ബുള്ളറ്റിനുകളിൽ അത് ഇന്ത്യ ജയിച്ച് ചാമ്പ്യന്മാരാകുന്ന നിമിഷമാകട്ടെ എന്ന് ഞങ്ങൾ ആശിക്കാം. വളരെ നന്ദി. ശ്രീ പി രംഗനാഥൻ, അങ്ങ് പറഞ്ഞു വന്നത് തുടർന്നോളൂ. അല്ല, തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ഒരു വേദിയിൽ സമ്മർദ്ദം ഇരു ടീമുകൾക്കും തുല്യമാണ്. അപ്പൊ ടോസ് നേടി ഇന്ത്യ നല്ലൊരു ടോട്ടൽ പടുത്തുയർത്തണം. ആദ്യത്തെ 6 ഓവർ വളരെ നിർണായകമാണ്. ആ പവർ പ്ലേയിൽ ഇന്ത്യക്ക് നല്ലൊരു തുടക്കം, വിക്കറ്റൊന്നും നഷ്ടപ്പെടാതെ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ചേർന്ന് നൽകി കഴിഞ്ഞാൽ പിന്നീട് താങ്കൾ സൂചിപ്പിച്ച പോലെ ഷംസി ആയാലും അല്ലെങ്കിൽ മഹാരാജ ആയാലും അവരെ കളിക്കാനായിട്ട് വലിയൊരു ബുദ്ധിമുട്ട് പിന്നീടുള്ള ബാറ്റർമാർക്ക് വരില്ല. അതുകൊണ്ട് ഏറ്റവും നിർണായകം ആദ്യത്തെ പവർ പ്ലേ, ആദ്യത്തെ 6 ഓവർ വിക്കറ്റ് ഒന്നും നഷ്ടപ്പെടാതെ നല്ലൊരു ടോട്ടൽ പടുത്തുയർത്തുക. പിന്നെ KR നായരിന് അറിയാം, അദ്ദേഹം ഒരു വെസ്റ്റ് ഇന്ത്യൻ സ്റ്റൈലിലാണ് ഇപ്പൊ അവിടെ നിൽക്കുന്നത്. കാരണം അദ്ദേഹം പഴയ ഫാസ്റ്റ് ബോളറാണ്. ട്രിവാൻഡ്രത്ത് മീഡിയം പേസ് ന്യൂ ബോളൊക്കെ എറിഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു ശൈലി വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റേഴ്സിന്റെ ഏറ്റവും ആരാധകനായിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹം ക്രിസ് ഗെയിലായിട്ടൊരു ഇന്റർവ്യൂ അതും കാണാൻ സാധിച്ചു. ക്ലൈവ് ലോയിഡ് ആയിട്ട്. അപ്പൊ ഇതൊക്കെ അദ്ദേഹത്തിന്റെ ആ ഒരു സാന്നിധ്യം വെസ്റ്റ് ഇൻഡീസിൽ ഉള്ളത് ജനം TVക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്യുമ്പോൾ കൂടുതൽ അത് മികച്ചതായിട്ട് മാറ്റാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ശരി, ശ്രീ പി രംഗനാഥൻ, അതായത് ഏതായാലും ഫൈനൽ പോരാട്ടമാണ്. ആരും ജയിക്കാം, അതിലൊരു സംശയവും വേണ്ട. സമ്മർദ്ദത്തിന് അടിപ്പെടുന്നത് ആര്, പിഴച്ചു പോകുന്നത് എവിടെ എന്ന ചോദ്യങ്ങളൊക്കെ വരും. പക്ഷേ ഇപ്പോഴും മുൻതൂക്കം ഇന്ത്യക്കാണ്, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്തുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കണം ഇന്ത്യ കപ്പ് നേടുമെന്ന്? അല്ല, ഇന്ത്യയുടെ ഒരു ബാറ്റിംഗ് ബോളർമാരുടെയും സ്ട്രെങ്ത്, അതും ഇന്ത്യയുടെ പെർഫോമൻസ് സൗത്ത് ആഫ്രിക്കയെ നോക്കുമ്പോൾ ഏറെ മുന്നിലാണ്. കാരണം സൗത്ത് ആഫ്രിക്കയുടെ ബാറ്റിംഗ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഒരു 5 പേരാണ് അവരുടെ മെയിൻ ആയിട്ടുള്ളത്. മില്ലർ ആയാലും ഹെൻഡ്രിക്സ് ആയാലും അല്ലെങ്കിൽ ഏറ്റവും മികച്ച രീതിയിൽ കളിക്കാൻ കഴിവുള്ള ഡിക്കോക്ക് ഉൾപ്പെടെയുള്ളവർ, അപ്പോ മക്രം ഉൾപ്പെടെയുള്ളവർ. അപ്പൊ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് അവരുടെ വിക്കറ്റ് ഒക്കെ നേടാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ടൈലൻഡേഴ്സ് മാത്രമേ ഇന്ത്യക്ക് അവശേഷിക്കുന്നുള്ളൂ, പ്രത്യേകിച്ച് സൗത്ത് ആഫ്രിക്കയുടെ. അപ്പൊ അതുകൊണ്ട് പൂർണ്ണമായിട്ടും ഇന്ത്യയുടെ ലൈനപ്പ് അങ്ങനെയല്ല. ഇന്ത്യക്ക് നമ്പർ 8 വരെ മികച്ച രീതിയിൽ കളിക്കാൻ കഴിവുള്ള താരങ്ങളുണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്ത് ടീം ഇന്ത്യ ഫൈനൽസ് വന്നിരിക്കുന്നു. അപ്പൊ 2007 ആവർത്തിക്കാനായിട്ട് കിട്ടുന്ന ഏറ്റവും മികച്ച ഒരു അവസരമായിട്ട് മാറുന്നു. വിരാട് കോഹ്ലിക്കും കൂടാതെ രോഹിത് ശർമ്മയ്ക്കും അത് ഒരു സമ്മാനമായിട്ട് നമ്മുടെ രാഹുൽ ദ്രാവിഡിന് ഈ കപ്പ് നൽകാൻ സാധിച്ചു കഴിഞ്ഞാൽ അതായിരിക്കും ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പൊൻതൂവലായിട്ട് പറയുക. ശ്രീ പി രംഗനാഥൻ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഇന്ത്യൻ ടീം ബൗളിങ്ങിൽ ഉണ്ടാക്കിയെടുത്ത ഒരു വലിയ മാറ്റമുണ്ടല്ലോ. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ 1-2 പ്രധാന ബൗളേഴ്സും പിന്നീട് എങ്ങനെയെങ്കിലും എറിഞ്ഞൊപ്പിക്കുന്നവരും ആയിരുന്നു ഒരു കാലത്ത്. അതായത് വിശ്വസനീയമല്ലാത്ത കുറച്ച് ബൗളേഴ്സ്. പക്ഷേ ഇന്ന് അതൊക്കെ മാറി. എത്രയോ പേർ ഇനിയും ആദ്യ 11-ൽ സ്ഥാനം പിടിക്കാൻ കെൽപ്പുള്ളവരുണ്ട് എന്ന കാര്യം കൂടി ഓർക്കണം.
അതായത് ഒരേ സമയം 2-3 ഇടത്തേക്ക് ടീമിനെ അയക്കാനും കപ്പെടുക്കാനും പരമ്പര നേടാനുമൊക്കെ കെൽപ്പുള്ള ഒരു ക്രിക്കറ്റ് രാജ്യമായി നമ്മൾ മാറിയിരിക്കുകയാണ്. ബൗളിങ്ങിലുണ്ടായ മാറ്റം എത്ര കണ്ട് ഈ ലോകകപ്പിൽ ഇന്ത്യയെ സ്വാധീനിച്ചിട്ടുണ്ട്? ഇപ്പൊ നമ്മളെ 83 ലോകകപ്പും നമ്മളെ ഈ കാര്യത്തിൽ പറയേണ്ടിയിരിക്കുന്നു. കാരണം അന്ന് ഇന്ത്യക്ക് 6 ബോളേഴ്സ് ആണ് ഉള്ളത്, കപിൽ ദേവ് ഉൾപ്പെടെ. കപിൽ ദേവ് വന്ന് നയിക്കുന്നു, മദൻലാൽ ആയാലും സന്ധു ആയാലും പിന്നീട് മോഹിന്ദർ അമർനാഥ്, ഇങ്ങനെ ഒരു നീണ്ട നിര അന്ന് ഇന്ത്യൻ ബോളർമാർ ഉള്ള ഒരു ടീമായിരുന്നു. അത് ബോളർമാര് മാത്രമല്ല, ഓൾറൗണ്ടേഴ്സ്, റോജർ ബിന്നി ആയാലും, അപ്പൊ മദൻലാൽ, റോജർ ബിന്നി, കപിൽ ദേവ്, കീർത്തി ആസാദ്, അന്ന് എല്ലാവരും പന്തെറിയും. അപ്പൊ അന്നും ബോളർമാർക്കൊന്നും 83-ലും യാതൊരു ക്ഷാമവും ഇല്ല. പിന്നീട് സാഹചര്യം മാറി, ഇന്ത്യൻ ബോളർമാരും പ്രത്യേകിച്ച് ഫാസ്റ്റ് ബോളർമാർ ഉയർന്നു വരാൻ തുടങ്ങി. അതിന് തുടക്കം കപിൽ ദേവിനെ പോലെയുള്ള നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു, അതിന്റെ ഒരു മാറ്റത്തിന്റെ തുടക്കക്കാരൻ. ഇപ്പൊ കപിൽ ദേവിന് ശേഷം ജവഗൽ ശ്രീനാഥ് വന്നു, ധാരാളം ഫാസ്റ്റ് ബോളേഴ്സ്, വെങ്കടേഷ് പ്രസാദ് ആയാലും. ഇപ്പൊ ലോകോത്തര ക്രിക്കറ്റിൽ ഇന്ത്യക്ക് ഫാസ്റ്റ് ബോളർമാരുടെ മികവും ഉയർത്തിക്കാട്ടാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. പിന്നീട് ബുംറ വന്നു, ഷമ്മി ആയാലും. അപ്പൊ ഇങ്ങനെ നിരവധി ബോളേഴ്സ്. പിന്നെ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ വളർച്ച, അത് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല എങ്ങനെയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് വളർന്നതെന്ന്. വളരെ മികച്ച രീതിയിൽ അതിന്റെ ഭരണാധികാരികൾ, BCCI എന്നുള്ള ആ പ്രസ്ഥാനം ഏറ്റവും മികച്ച രീതിയിൽ എല്ലാ റൂറൽ ഏരിയയിലും, അതാണ് ഞാൻ പറയുന്നത്, ധോണി എന്നുള്ളത് ജാർഖണ്ഡിൽ നിന്നാണ് വന്നത്. അപ്പൊ അങ്ങനെയുള്ള താരങ്ങൾക്ക് ഇന്ത്യൻ ടീമിനെ നയിക്കാനും ഇന്ത്യൻ ടീമിന് വേണ്ടി കളിക്കാനായിട്ടും ഇന്ന് ക്രിക്കറ്റ് കൂടുതൽ ജനകീയമായി മാറ്റിയത് BCCIയുടെ ആ ഒരു കഴിവ് തന്നെയാണ്. ശരി, ഒറ്റ ചോദ്യം കൂടി. അതായത് 2011 ഏകദിന ലോക കിരീടം നേടിയതാണ് ഇന്ത്യ. അതിനുശേഷം 14 T20 ഫൈനലിൽ തോറ്റു, 23 ഏകദിന ലോകകപ്പിൽ തോറ്റു, 2021 23 ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലും ലോകകപ്പിൽ പരാജയപ്പെട്ടു. 13 വർഷത്തെ കാത്തിരിപ്പാണ് ഇന്ത്യൻ ടീമിന്. മറുവശത്ത് ദക്ഷിണാഫ്രിക്കയെ സംബന്ധിച്ച് തലമുറകളുടെ കാത്തിരിപ്പ്. അതുകൊണ്ട് തന്നെ ഈ പോരാട്ടം തീപാറും അല്ലേ? വളരെ ശരിയാണ്. അതാണ് കൃഷ്ണരാജ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ദക്ഷിണാഫ്രിക്ക ഇതുവരെ ഒരു ചാമ്പ്യൻ ആയിട്ടില്ല ഒരു ഫോർമാറ്റിലും. അപ്പൊ T20 ഫോർമാറ്റിൽ ആദ്യമായിട്ട് അവര് ഫൈനൽസ് വരുന്നു. ഈ ധാരാളം ഇന്ത്യയില് സൗത്ത് ആഫ്രിക്കൻ ആരാധകരുണ്ട്. അപ്പൊ ഏറ്റവും ആഗ്രഹിക്കുന്നത് ഇന്ത്യ വിജയിക്കണമെന്നാണെങ്കിലും ഒരു നല്ല മത്സരം ആണ് എന്ന് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയിലെ എല്ലാ കൂട്ടരും. അത് മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ സെമിഫൈനലിൽ ഉണ്ടാണ് 56 റൺസിന് അഫ്ഗാൻ ഓൾ ഔട്ട് ആവുന്നു. അപ്പൊ സെമിഫൈനലിന്റെ ഒരു പ്രതീതിയും ഇല്ലാതെ പോയൊരു മത്സരം. പക്ഷെ ഫൈനൽ അങ്ങനെയല്ല, ഇതുവരെ പരാജയപ്പെടാത്ത 2 ടീമുകൾ ഏറ്റുമുട്ടുന്നു. അത് സൗത്ത് ആഫ്രിക്കയും ഇന്ത്യയും ഏറ്റുമുട്ടുമ്പോൾ തീർത്തും എല്ലാവരും ഇരു ടീമുകളെയും പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്ത് ഇന്ത്യ ജയിക്കുമെന്ന് തന്നെ നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. ശരി, ക്യാപ്റ്റനായി രോഹിത് ശർമ്മയ്ക്ക് 3ാം ICC ഫൈനൽ, കോച്ചായി രാഹുലിന് 4ാം ഫൈനലും. ഈ മത്സരത്തോടെ വിട പറയുകയാണ് ദ്രാവിഡ് പരിശീലകൻ എന്ന നിലയിൽ. അദ്ദേഹത്തിനൊരു കപ്പ് നേടിക്കൊടുക്കാൻ, രോഹിത്തിന് കന്നി ലോക കിരീടം നേടാൻ ഇന്ത്യൻ ടീമിനാകട്ടെ ഓൾ ദ ബെസ്റ്റ്. കിങ് കോഹ്ലി, ഹിറ്റ്മാൻ, ഒപ്പം രാഹുൽ ദ്രാവിഡ്. ഇന്ത്യ വിജയിച്ചു വരുന്ന നിമിഷങ്ങൾക്കായി കാത്തിരിക്കാം. ഓരോ പന്തിലും ആവേശം നിറയുന്ന ലോക ഫൈനൽ പോരാട്ടം ഇതാ 5 മിനിറ്റ് മാത്രം അകലെ എത്തി നിൽക്കുന്നു. കിരീടം ആര് നേടും? നമ്മൾ ആഗ്രഹിക്കുന്നത് ഇന്ത്യ തന്നെ എന്നാണ്. പക്ഷേ തലമുറകളുടെ കാത്തിരിപ്പ് ഒരു ലോകകപ്പിനായി ദക്ഷിണാഫ്രിക്കയ്ക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പോരാട്ടം പ്രതീക്ഷിക്കാം. തൽക്കാലത്തേക്ക് വിട പറയുന്നു. ലോകകപ്പിൻ്റെ വിജയഘട്ടത്തിൽ വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ.